Meet the editors. ചോദ്യം ഇതാണ്, കണക്കിൽ കളിയോ? സ്മൃതി, ദേവസ്വം കമ്മീഷണർ കൊടുത്ത കത്തിൽ പറയുന്നു നവംബർ 4 തീയതി സ്പെഷ്യൽ കമ്മീഷണർക്ക് ഒരു റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിൽ 4,99,57,189 രൂപയാണ് GST അടക്കം ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചിലവായി പറയുന്നത്. എന്നാൽ ആ കണക്ക് അവിടെ ഇരിക്കെയാണ് വിജയൻ അസോസിയേറ്റ്സിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതേ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്ത റിപ്പോർട്ട് ഹൈക്കോടതിയിലെത്തുന്നു 9 തീയതി. ആ ഹൈക്കോടതിയിലെത്തുന്ന റിപ്പോർട്ടിൽ 10.99 കോടിയായിട്ട് കാണുന്നു. കണക്കിൽ കളിയോ? കണക്കിൽ കളിയല്ല, കണക്കിൽ തിരിഞ്ഞുകളിയാണ്. ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന പ്രശാന്ത് അല്ലേ, ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണല്ലോ. ഇത് നോക്കൂ, ഇന്നത്തെ വ്യത്യസ്ത പ്രതികരണങ്ങൾ നോക്കൂ. VN വാസവൻ പറയുകയാണ്, ദേവസ്വം ബോർഡ് എല്ലാം പറയും, സർക്കാരിന് പറയാൻ അധികാരമില്ല. ദേവസ്വം ബോർഡ് അഡ്വാൻസ് കൊടുത്ത പണം തിരികെ കൊടുത്തിട്ടുണ്ട്, ബോർഡിനോട് കാര്യങ്ങൾ ചോദിക്കാനും സർക്കാരിന് അധികാരമില്ല. എന്തൊരു നിസ്സഹായതയാണ്! സർക്കാരിൻ്റെ ബോർഡിലേക്ക് ആളുകളെ നിശ്ചയിക്കാൻ മാത്രമേ അധികാരമുള്ളൂ, പിന്നെ ഒരു അധികാരവും ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് യോഗത്തിനൊക്കെ ദേവസ്വം മന്ത്രി എന്തിനാണ് പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ദേവസ്വം ബോർഡ് യോഗത്തിൽ പോകാറില്ല. ദേവസ്വം മന്ത്രി അവിടെ പല കാര്യങ്ങളിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് യോഗങ്ങളിൽ പോകാറുണ്ട്. ബോർഡ് യോഗത്തിൽ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇനി VN വാസവൻ പറഞ്ഞത് അതാണ്. ഇനി അടുത്തത്, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു ഈ തരത്തിൽ ടെൻഡർ ഇല്ലാതെ കരാർ കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറയും. അദ്ദേഹത്തിന് ആകെ കൂടി വെപ്രാളമാണ്. കാരണം അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന് തലവേദനകളാണ്. ഈ കണക്കുകൾ മുഴുവൻ ഇനി ബോധിപ്പിക്കേണ്ട അദ്ദേഹമാണ്. നിയമപരമായി അല്ലെങ്കിൽ ചട്ടപ്രകാരമായി അദ്ദേഹത്തിനാണ് കാര്യങ്ങൾ പറയേണ്ടത്. ഇനി പ്രശാന്ത് പറയുന്നു, പ്രശാന്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണല്ലോ, ഇപ്പോൾ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണ്. ആരാണ് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുന്നത്? അയ്യപ്പ സംഗമം സംഘാടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഈ 3 കോടി രൂപയും പൂർണ്ണമായും സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്നും 3 കോടി രൂപ സംഘാടനത്തിനായി അഡ്വാൻസായി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് കിട്ടിയ മുറയ്ക്ക് അത് 17/10/25 കൃത്യമായി തിരിച്ചടക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല. ആകെ ചെലവായ തുക സംബന്ധിച്ച് ദേവസ്വം കമ്മീഷൻ 4/11/2025 കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറഞ്ഞിരുന്ന തുക താങ്കൾ പറഞ്ഞ പോലെ 4.5 കോടിയും GSTയും എന്നാണ്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിൽ നൽകിയെന്നത് അന്വേഷിക്കേണ്ടതാണ്. ഇതിൻ്റെ സമയക്രമം നോക്കണം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോകുമ്പോൾ ഇങ്ങനൊരു പ്രഖ്യാപനം ഓഗസ്റ്റിൽ നടക്കുന്നു. മന്ത്രി VN വാസവൻ നടത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ദേവസ്വം ബോർഡല്ല, മന്ത്രി VN വാസവൻ നടത്തുന്നു. ഇങ്ങനൊരു ആഗോള അയ്യപ്പ സംഗമം ആലോചിക്കുന്നുവെന്ന്. അതിനുശേഷം പിന്നെ ദേവസ്വം ബോർഡാണ് ക്ഷണം എല്ലാ പരിപാടികളും എന്ന് പറയുന്നു. തനിക്ക് സർക്കാരിന് ഒരിടപാടുമില്ല, സർക്കാരിൻ്റെ പരിപാടിയല്ല എന്ന് പറയുമ്പോൾ സ്വാഗത സംഘം ഓർഡറിൻ്റെ GO ആണ്. സ്വാഗത സംഘം ഓർഡർ GO ആയിട്ടാണ് വന്നിട്ടുള്ളത്. അത് ദേവസ്വം ബോർഡിൻ്റെ സർക്കുലർ അല്ല. അപ്പോൾ അതും ഒരു കാര്യം. രണ്ടാമത്തത്, നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പറയുന്ന ഹോട്ടൽ ബില്ല് സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് 35 ലക്ഷം വന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റിന് പങ്കില്ലേ, സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഈ കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, കോടതിയിലേക്ക് വരുന്നു, കോടതിയിൽ 7 ഹർജികൾ വരുന്നു. ഈ പരിപാടി രാഷ്ട്രീയ പരിപാടിയാണ്, അനുവദിക്കരുത് എന്ന് പറഞ്ഞ്. അപ്പോൾ കോടതി പറയുന്നു, ഇത് സർക്കാരിൻ്റെ പണം ചെലവഴിക്കുന്നുണ്ടോ, ദേവസ്വം ബോർഡിൻ്റെ പണം ചെലവഴിക്കുന്നില്ല, എല്ലാം സ്പോൺസർഷിപ്പിലൂടെയാണ്, ഞങ്ങൾ ഇതിൽ നിന്ന് ചെലവഴിക്കുന്നില്ല എന്ന് പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിപാടിക്ക് അനുവാദം കൊടുക്കുന്നു. അതിനുശേഷം 45 ദിവസത്തിനകം കണക്ക് പറയാമെന്ന് പറയുന്നു. ഈ പറയുന്ന കണക്കുകൾ, ഇത്രയും കൃത്യമായ കണക്കുണ്ടെങ്കിൽ 45 ദിവസത്തിനും അകം നൽകിയാൽ മതിയായിരുന്നല്ലോ. ഈ 144ാമത്തെ ദിവസം എങ്ങനെയാണ് വരുന്നത്? പിന്നെ ഓഡിറ്റ് ചെയ്യുക എന്നത് ഇപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യുന്ന സ്വകാര്യ സംവിധാനം തന്നെയാണ് ഇത് ഓഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന വിജയൻ ആൻഡ് അസോസിയേറ്റ്സ് സ്ഥിരമായി ദേവസ്വം ബോർഡിൻ്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യുന്ന സംവിധാനം തന്നെയാണ്. അപ്പോൾ ഓഡിറ്റർ കളവ് വരുത്തി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്നു. ഈ കണക്ക് സ്വാഭാവികമായും ഈ പറയുന്ന ദേവസ്വം ബോർഡിലേക്കും സ്പെഷ്യൽ കമ്മീഷണറേക്കും പോകുന്നു. ഇതൊക്കെ അതിൻ്റെ നേരായ വഴിക്കാന്നേ. സ്പെഷ്യൽ കമ്മീഷണർ എന്ന് പറയുന്ന സംവിധാനം എന്താണ്? കോടതി ഏർപ്പാടാക്കുന്ന സംവിധാനമാണ്. അത് ജില്ലാ ജഡ്ജിയുടെ അധികാരമുള്ള സംവിധാനമാണ്. അപ്പോൾ സ്പെഷ്യൽ കമ്മീഷണർ എന്തോ കള്ളത്തരം ചെയ്തു എന്നാണോ പറഞ്ഞു വരുന്നത്? ആരാണ് ഈ കണക്കിൽ കള്ളത്തരം കാണിക്കുന്നത്? ഇനി 4 കോടി കിട്ടാനുണ്ട് ഈ പറയുന്ന ഊരാളുങ്കലിന് കിട്ടാനുള്ള പൈസ 4 കോടിയാണ്. അപ്പോൾ ഊരാളുങ്കലാണ് ഈ പറയുന്നത്. ഇപ്പോൾ പുതിയൊരു കാര്യം കൂടി വന്നിട്ടുണ്ടല്ലോ, ഈ പാട്ടിൻ്റെ പരിപാടി, ഈ പറയുന്ന സാംസ്കാരിക പരിപാടിക്കായിട്ട് എസ്റ്റിമേറ്റായി 2 ലക്ഷം രൂപയാണ് അതിലേക്ക് മാറ്റിവെച്ചു എന്ന് പറയുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന നന്ദഗോവിന്ദൻ അല്ലേ, ആ ടീം, അവർ ഭയങ്കര ഹിറ്റാണ്. അപ്പോൾ അവരെ പരിപാടി വേണമെന്ന് ആഗ്രഹിക്കുന്നു, അവരെ സമീപിക്കുന്നു. അപ്പോൾ അവരെ സമീപിക്കുമ്പോൾ അവർ പറഞ്ഞു അവർക്ക് ഡേറ്റ് ഇല്ല, ആ ദിവസം അവർക്ക് പരിപാടി നടത്താൻ ഡേറ്റ് ഇല്ല എന്ന് പറയും. പക്ഷേ ആ പേര് അവിടെ കിടക്കുകയാണ്, അത് മാറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത ആളെ വൈക്കം വിജയലക്ഷ്മിയെ സമീപിക്കുന്നു. വൈക്കം വിജയലക്ഷ്മിക്കും സമയമില്ല എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഇഷാൻ ദേവിനെ സമീപിക്കുന്നത്. ഇഷാൻ ദേവിൻ്റെ പരിപാടിക്ക് മാത്രമായിട്ട് 8 ലക്ഷമായി എന്നാണ് പറയുന്നത്. ഇഷാൻ ദേവിൻ്റെ പരിപാടി നമ്മളൊന്ന് പരിപാടി
8 ലക്ഷമായി എന്ന് പറയുന്നു. 8 ലക്ഷം പോയി എന്ന് പറയുന്നത് ഊരാളുങ്കൽ തന്നെയാണ് പറയുന്നത് 8 ലക്ഷം പോയിട്ടുണ്ടെന്ന്. ഊരാളുങ്കലിലെ ആളുകളെ വിളിച്ചു ചോദിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഹെഡിൽ ഈ പറയുന്നത് 8 ലക്ഷം എന്നാണ്. ആക്ച്വൽ ബില്ല് 8 ലക്ഷം എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള കണക്ക്. പിന്നെ ഈ പറയുന്ന പല കണക്കും 8 കോടി എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞ 8 കോടി എന്ന കണക്ക് എവിടെ? യഥാർത്ഥത്തിൽ ഈ പറയുന്ന 4 എത്രയായിരുന്നു? 3 കോടി 40 ലക്ഷം അല്ലേ? 3 കോടി 40 ലക്ഷം ദേവസ്വം ബോർഡിന് നഷ്ടപ്പെട്ടു പറയുന്നു. തിരിച്ചടച്ചു എന്ന് പറയുന്നു. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇല്ലല്ലോ. തിരിച്ചടച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നമില്ല. ആ കണക്കുകൾ എവിടെയാണ് ബോധിപ്പിക്കേണ്ടത്? കോടതിയോട് പറയുന്നേ. കോടതിയിൽ ഇനി പോയി എന്താണ് പറയാൻ പോകുന്നത്? കോടതിയിൽ ഈ 10 ദിവസം കൊടുത്തിട്ടുണ്ടല്ലോ. 10 ദിവസം കഴിഞ്ഞ് കോടതിയിൽ പോയിട്ട് പറയാൻ പോകുന്നത് സ്പെഷ്യൽ കമ്മീഷണർ കളവ് പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങളിതാ ശരിയായ കണക്കുമായിട്ട് വരുന്നു എന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. ഇനി പോട്ടെ, ഇനി 17-ാം തീയതി ദേവസ്വം ബോർഡ് ഒരു യോഗം വിളിച്ചിരിക്കുക, പൈസ കിട്ടാനുള്ള അവരുടെ യോഗം. അപ്പോൾ എന്തിനാണ് അങ്ങനെ ഒരു യോഗം വിളിക്കുന്നത്? ഇത്രയും തുകയുള്ളെങ്കിൽ ആ യോഗം എന്തിനാണ് വിളിക്കുന്നത്? അവിടേക്ക് ഊരാളുകളെയും വിളിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഹോട്ടൽ ഉടമകളെയും, പൈസ കിട്ടാനുള്ള ഹോട്ടൽ ഉടമകളെയും വിളിച്ചിട്ടുണ്ട്, പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉടമകളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കണക്കുകൾ 17-ാം തീയതി സെറ്റിൽ ചെയ്യാൻ വിളിക്കുന്നു. ഇനി എല്ലാം പോട്ടെ, ഈ 5 കോടിയിൽ ഒതുക്കണം എന്നുള്ളതാണ് ജയകുമാർ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒതുക്കിയേക്കണം. ഈ പറയുന്ന പരിപാടികൾ നടക്കില്ല എന്ന് അദ്ദേഹം കർശനമായ തീരുമാനം എടുക്കുകയാണ്. ഇനി കണക്കൊപ്പിക്കണമെന്നേ. കണക്കൊപ്പിക്കുമ്പോൾ വേറെ എന്തൊക്കെയോ കണക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ വ്യക്തതയില്ലാതെ പെരുമാറുന്നത് ഉത്തരവാദപ്പെട്ട സർക്കാരും ഉത്തരവാദപ്പെട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും 2 തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ കോടതി ബോധിപ്പിച്ചാൽ മതി എന്നേ. കോടതിയിൽ നിന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അല്ലാതെ നമ്മളാരും നേരത്തെ പോയി ഈ പറയുന്ന എവിടെയാ കണക്കെന്ന് ചോദിച്ചിട്ടില്ല. സർക്കാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്താ 2 കണക്ക് പറഞ്ഞു? അല്ലെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സർക്കാർ പറഞ്ഞത് 2 കണക്കുന്നല്ല. സർക്കാരിന് ഒന്നും ഉത്തരവാദിത്തമില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അറിയില്ല, ബോർഡിനെ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. സ്വാഗതം പറയാനുള്ള ജിയോ ഇറക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ഹോട്ടൽ ബില്ലുകൾ പോകുന്നത് ഈ പറയുന്ന പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. അവിടെയൊക്കെ സർക്കാർ വരുന്നു. പക്ഷേ ഞങ്ങൾക്കറിയില്ല എന്ന് പറയും. ഞങ്ങൾക്കറിയില്ലല്ലോ, ഇത് രാഷ്ട്രീയ പരിപാടിയാണെന്നല്ലേ നമ്മൾ തുടക്കം മുതൽ പറയുന്നത്. രാഷ്ട്രീയ പരിപാടിയാണ്, അത് സർക്കാരിൻ്റെ പരിപാടിയാണ്. സർക്കാരിൻ്റെ പരിപാടി ദേവസ്വം ബോർഡിനെ കൂടി ചെയ്യിച്ചതാണ്. അതിലൊരു പക്ഷം പ്രശാന്ത് നിസ്സഹായനായിരിക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ നിസ്സഹായതയിൽ നിന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്ന കണക്കുകളാണ്. നല്ല ഗംഭീരമായി നടത്തണം, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല ഗംഭീരമായിട്ട് ഈ പരിപാടി നടത്താം. നമുക്ക് നമ്മുടെ ഖജനാവിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ഗംഭീരമായി നടത്തണം, എല്ലാവരെയും ക്ഷണിക്കണം. അപ്പോൾ നല്ല ഗംഭീരമായി നടത്തണം എന്നുള്ളതുകൊണ്ട് ആ ഗംഭീരമായ നടത്തിപ്പിൽ ഈ വന്ന അതിഥികൾക്ക് കൊടുക്കുന്ന സമ്മാനങ്ങളുടെ കാര്യത്തിലും വിഭൂതിയും നെയ്യും ഒക്കെ ചേർന്നൊരു പ്രത്യേക കിറ്റുണ്ട്. ആ കിറ്റിന്റെ പൈസ എത്രയാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടില്ല. അല്ല, അയ്യപ്പ വിഗ്രഹത്തിന്റെ വിഗ്രഹം എല്ലാം കൂടെ ചേർത്തുള്ള ഒരു കിറ്റാണ്. ആ കിറ്റിൽ പല സാധനങ്ങളും ഉണ്ട്. അത് നമ്മുടെ ഇതിലുണ്ടല്ലോ, കോടതി ഉത്തരവിലുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ കണക്കിൽ കളിയല്ല, കണക്കിൽ തിരിഞ്ഞു കളിയാണ്. ഓക്കെ, ശരി. ഞാൻ പി എസ് സുനിലേക്ക് വരാം. പി എസ് സുനിൽ, ഇപ്പോൾ 2 കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന്, വിജയൻ അസോസിയേറ്റ്സ് ഓഡിറ്റ് ചെയ്തൊരു റിപ്പോർട്ട്, അത് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്തു. അതിലാണ് ഈ 10 കോടി 99 ലക്ഷം എന്ന കണക്ക് കാണുന്നത്. എന്നാൽ അതിനു മുമ്പ് നവംബർ മാസത്തിൽ തന്നെ ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തൊരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ പക്ഷേ കണക്ക് 4 കോടി 99 ലക്ഷമാണ്. ഇത് ഏത് കണക്കാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നൊരു പ്രധാന വിഷയമില്ലേ? കണക്കിൽ കളിയോ? കണക്കിൽ കളിയാണ്. പക്ഷെ ആരാണ് കണക്കിൽ കളിക്കുന്നതെന്നാണ് എൻ്റെ ചോദ്യവും സംശയമൊക്കെ. ഇപ്പോൾ നമ്മൾ സ്പെഷ്യൽ കമ്മീഷണർ, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ തന്നെ കോടതിയിൽ കൊടുത്ത 2 റിപ്പോർട്ടുകൾ നോക്കാം. അതായത് ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് 11/2/2026 കൊടുത്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ടിൽ പറയുന്നു ദേവസ്വം ബോർഡ് നൽകിയ 2 കോടി രൂപ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത്. 2 കോടി രൂപ റീക്യൂപ്പ് ചെയ്തിട്ടില്ല. അതേസമയം ഇതേ സ്പെഷ്യൽ കമ്മീഷണർ നേരത്തെ നവംബർ 7-ാം തീയതി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് അന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇറക്കിയ ഉത്തരവിൻ്റെ പാരഗ്രാഫ് 2-ൽ പറയുന്നുണ്ട് 3 കോടി രൂപ, അതായത് 5 കോടി രൂപയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് നീക്കിവെച്ചത്. അതിൽ 3 കോടി രൂപ ഈ പരിപാടിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് അഡ്വാൻസായി നൽകി. ആ 3 കോടി രൂപ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നുവെന്ന് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ ഉത്തരവിൽ പറയുന്നുണ്ട്. ആ ഉത്തരവ് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. 2 കോടി രൂപ ഇനി ഉടൻ വരും എന്നുകൂടി ആ ഉത്തരവിൽ ഹൈക്കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഒരേ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ എങ്ങനെയാണ് 2 റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്നത്? അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഊരാളങ്കലിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഊരാളങ്കലാണ് ഈ ഒരു പരിപാടിക്ക് മേൽനോട്ടം വഹിച്ചത്. അവർക്കാണ് ഇതിൻ്റെ ഒരു മാനേജ്മെൻറ്റ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ് നൽകിയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിയത് IIIC എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. സബ് കോൺട്രാക്ട് കൊടുത്തല്ലേ? അത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിൽ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. അതിന്റെ മേൽനോട്ടം മാത്രമേ ഉള്ളൂ ഊരാളങ്കലിന്.
അപ്പോൾ സംസ്ഥാന സർക്കാരാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള IIIC എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന വകുപ്പാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞല്ലോ, ഇതാ ദേവസ്വം പ്രസിഡന്റിൻ്റെ പേരിൽ ബില്ല് വന്നു, അതുപോലെ ഇങ്ങനെ സർക്കാരിന് ബില്ല് വന്നു എന്നത്. പിന്നെ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പരിപാടിക്ക് പിന്നെ ആരാ ബില്ല് കൊടുക്കുക, ആർക്ക് ബില്ല് കൊടുക്കുക? അപ്പം ഈ ഒരു വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കുറേ വൗച്ചറുകൾ വെച്ചുകൊണ്ട് ഒരു ഈ ഓഡിറ്റ് ചെയ്യപ്പെട്ടു. അതിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സംബന്ധിച്ച് ഹൈക്കോടതി കൊടുത്തിട്ടുള്ള കണക്കിലും വ്യക്തതയില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ വിജയൻ അസോസിയേറ്റ് തയ്യാറാക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ആരറിഞ്ഞ് ആര് ഹൈക്കോടതി കൊടുത്തു എന്ന കാര്യത്തിലും വ്യക്തതയില്ല. ദേവസ്വം ബോർഡിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുന്നത്. ഈ ദേവസ്വം ബോർഡിന് വേണ്ടി ഇങ്ങനെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുമ്പോഴേ ബോർഡിൽ വെച്ചിട്ടില്ല. ബോർഡ് ചർച്ച ചെയ്യണ്ടേ? ദേവസ്വം പ്രസിഡന്റ് അറിയണ്ടേ? പ്രസിഡന്റ് അറിയണം. അപ്പൊ കോടതിയിൽ പോകുമ്പോൾ കോടതിയിൽ ഇതല്ല കണക്ക്, ഞങ്ങൾക്ക് കണക്ക് തരാൻ സമയം തരാൻ പറയാമായിരുന്നല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അതായത് ബോർഡ് കൂടി റിപ്പോർട്ട് ഹൈക്കോടതി കൊടുക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ദേവസ്വം പ്രസിഡന്റ് അറിഞ്ഞ് ബോർഡിൽ വെച്ചതിന് ശേഷം മാത്രമേ ഹൈക്കോടതി കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആദ്യ ആരോപണമായി വരേണ്ടത് ഞങ്ങൾ അറിയാതെ ഇതാ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു എന്നായിരുന്നു. അങ്ങനെ പ്രതികരണം അല്ല, അതിപ്പോ ഏറെ വൈകി കുറെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അതെ, ഞാൻ പറയുന്നത് ഒരു ഓഡിറ്റ് റിപ്പോർട്ട്, അതായത് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചു. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുമായി ബന്ധപ്പെട്ട് ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോൾ ദേവസ്വം കമ്മീഷണർ വിജയൻ അസോസിയേറ്റ്സിൽ നിന്ന് വാങ്ങി അത് സ്വാഭാവികമായും ഈ ഒരു ദേവസ്വം ബോർഡിൽ ചർച്ചയ്ക്ക് വെച്ച് ദേവസ്വം ബോർഡിൻ്റെ അംഗീകാരത്തോടു കൂടിയാണ് ഇത് സ്പെഷ്യൽ കമ്മീഷണർ കൊടുക്കേണ്ടത്. അങ്ങനെയാണ് ഇത് കോടതിയിൽ എത്തേണ്ടത്. പക്ഷേ അതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇത് ദേവസ്വം ബോർഡിനെ ബൈപ്പാസ് ചെയ്ത് ഇങ്ങനെയൊരു റിപ്പോർട്ട് നേരെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ട് പൂർണ്ണമല്ല. ഈ ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ കുറേ വൗച്ചറുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്, ദേവസ്വം കമ്മീഷണർ കൃത്യമായിട്ടുള്ള ബില്ലുകളും വൗച്ചറുകളും ഒന്നും ഈ ഒരു വിജയൻ അസോസിയേറ്റ്സിന് കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന് ഒരുപാട് കാലതാമസമെടുക്കും. ഏതായാലും ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച്, വരുന്ന കൃത്യമായ വിവരങ്ങൾ അനുസരിച്ച്, അല്ലെങ്കിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് പ്രശാന്ത് തന്നെ പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 4,90,00,000 രൂപയാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ചെലവാക്കിയെന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ തന്നെ ഈ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 3 കോടി രൂപ ഇതിനകം തന്നെ ഈ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ചെലവാക്കിയിട്ടുള്ള 3 കോടി രൂപ ഇതിനകം തന്നെ അക്കൗണ്ടിലേക്ക് തിരിച്ചു വന്നു. ഇനി അവശേഷിക്കുന്ന 2 കോടി രൂപ, 1 കോടി രൂപ ഇപ്പോൾ അദാനിയിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാക്കി ഇനി അവശേഷിക്കുന്ന ആകെ 90 ലക്ഷം രൂപയാണ്. അപ്പോൾ 90 ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യത്തിൽ മാത്രം ഇനി ഒരു ആലോചനകൾ നടത്തിയാൽ മതി. അതിന് ഇനിയും സ്പോൺസർമാർ പൈസ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് പിരിക്കുകയോ അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോവുകയോ ചെയ്താൽ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വലിയ ആശയക്കുഴപ്പമാണ്. മാത്രമല്ല ഈ ബില്ലുകൾ കൃത്യമായി കൊടുക്കുന്ന കാര്യത്തിലും ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്ന കാര്യത്തിലുമൊക്കെ തന്നെ ദേവസ്വം കമ്മീഷണർ കാര്യത്തിൽ ഭാഗത്തു നിന്ന് വീഴ്ച പറ്റിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഓഡിറ്റിംഗ് ഫേമിന് ഈ എസ്റ്റിമേറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമല്ലേ? അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, അത് തെറ്റല്ലേ? ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ ഈ PS പ്രശാന്ത് ഇട്ട പോസ്റ്റിൻ്റെ അകത്ത് 6,55,00,000 രൂപ എസ്റ്റിമേറ്റും അതുപോലെ തന്നെ 4,75,00,000 രൂപ മുടക്കും എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റ് എത്രയാണ്? 6,55,00,000 പ്ലസ് ടാക്സ് 18% ടാക്സും കൂടെ വരുമ്പോൾ എത്രയാണ്? 7 കോടിക്ക് മേലെ പോകും. അതാണ് ശരിക്കും എസ്റ്റിമേറ്റ്. ഈ എസ്റ്റിമേറ്റ് വെച്ചിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. ആ ഓഡിറ്റ് റിപ്പോർട്ട് കൊണ്ടുപോയി യഥാർത്ഥ റിപ്പോർട്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുകയാണ്. പക്ഷേ എസ്റ്റിമേറ്റ് യഥാർത്ഥ കണക്ക് എത്രയാണ്? 4,75,00,000 പ്ലസ് ടാക്സും അത് 6,55 പ്ലസ് ടാക്സും 4,75 പ്ലസ് ടാക്സും ആണ്. അങ്ങനെയാണോ കൊടുക്കുക? കൊടുത്തു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു എസ്റ്റിമേറ്റ് വെച്ചിട്ട് ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് പറഞ്ഞ ദേവസ്വം ബോർഡിനെ സ്ഥിരമായി ഓഡിറ്റ് ചെയ്യുന്ന സംവിധാനത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ശരിയാവാന്നേ? ഇത് എസ്റ്റിമേറ്റ് തുകയല്ല എന്ന് പറയുന്നതിന് കൃത്യമായി ഷെഡ്യൂൾഡ് ക്വാണ്ടിറ്റി അതിന്റെ റേറ്റ്, ആക്ച്വൽ ക്വാണ്ടിറ്റി അതിന്റെ റേറ്റ് എന്നുള്ളത് കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ പാർട്ട് ജെയിൽ അതിൽ കൃത്യമായി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഇവൻറ്റ്സ് അതിൻ്റെ ഷെഡ്യൂൾഡ് ക്വാണ്ടിറ്റി റേറ്റ് 2 ലക്ഷം പറയുന്നുണ്ട്, ആക്ച്വൽ ക്വാണ്ടിറ്റി റേറ്റ് 8 ലക്ഷം പറയുന്നുണ്ട്. എസ്റ്റിമേഷൻ ആണ് എന്നുള്ളത് ഉത്തമ ബോധ്യത്തിൻ്റെ പേരിൽ പറയുന്നതാണെങ്കിൽ ശരി, അതല്ല എങ്കിൽ അത് ആക്ച്വൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ റേറ്റുമാണ്.
അതല്ല, ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ കൾച്ചറൽ ഇവൻസിന് വേണ്ടി കൊടുത്തേക്കുന്നത് 8 ലക്ഷവുമല്ല 2 ലക്ഷവുമല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കണക്ക് ആരാണ് ഇനി കൊടുക്കേണ്ടത്? ഇത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്? അതാണ് ഇതിൽ ഏറ്റവും വലിയ ആശയം. അങ്ങനെ ഒരു റിപ്പോർട്ടില്ല. ഓഡിറ്റ് ഇത് രണ്ടും മല്ലാഴികയില്ല. അതാണ് ഈ Actual quantity rate എന്ന് തന്നെയാണ് അതല്ല, ഈ എഴുതിയിരിക്കുന്നത്. ഓഡിറ്റ് റിപ്പോർട്ട് വിജയൻ അസോസിയേറ്റ് തയ്യാറാക്കുന്നത് ഏത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്? നവംബർ 14 കൊടുത്തിരിക്കുന്ന ദേവസ്വം കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ദേവസ്വം ബോർഡ് വാസ് ഡയറക്റ്റഡ് ടു ഫർണിഷ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ടു സ്പെഷ്യൽ കമ്മീഷണർ. അതായത് ദേവസ്വം ബോർഡാണ് കണക്ക് കൊടുക്കേണ്ടത്. ദേവസ്വം ബോർഡാണ് ദേവസ്വം ബോർഡ് ആരാ കൊടുക്കുന്നത്? ദേവസ്വം കമ്മീഷണറാണ്. ആ ദേവസ്വം കമ്മീഷൻ നവംബർ മാസം 4 ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് എവിടെ? നോക്കൂ, ഈ ഓഡിറ്റ് ചെയ്ത ഈ ദേവസ്വം കമ്മീഷണർ ആണ് കൊടുക്കേണ്ടത്. 45 ദിവസത്തിനകം കൊടുക്കേണ്ടത്. അതാണ് ചോദ്യം. ആ ദേവസ്വം കമ്മീഷണർ കൊടുത്ത 11/4 ഹൈക്കോടതിയിൽ തന്നെ നേരിട്ട് കൊടുത്ത കടലാസാണ് 4,99,000. അതെവിടെ? അതായത് ഈ ജയശങ്കർ പറയുന്നത് ഹൈക്കോടതി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായി. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്ക് തരണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഹൈക്കോടതിക്ക് കൊടുത്ത കാര്യമല്ല പറയുന്നത്, എനിക്ക് തരണമെന്ന്. സ്പെഷ്യൽ കമ്മീഷണർക്ക് തരണമെന്ന് കോടതി നിർദ്ദേശിച്ച നിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തരേണ്ടതാണ് 45 ദിവസത്തിനകം ഓഡിറ്റഡ് അക്കൗണ്ട്. ആര്? ദേവസ്വം കമ്മീഷണർ. ദേവസ്വം ബോർഡിനെ അധികരിച്ച് ദേവസ്വം കമ്മീഷണർ എനിക്ക് തരേണ്ട കണക്കനുസരിച്ച് എനിക്ക് തന്നതിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ റേറ്റ്. ഒരു മിനിറ്റ് അത് വെച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ്. വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ ഇതാ സംഭവിച്ചത്. ആദ്യം പറഞ്ഞ എന്താ? ആദ്യം ആക്ച്വൽസ് എന്ന് പറഞ്ഞ അതല്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. അങ്ങനെയല്ലേ നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് 4-ാം തീയതി കൊടുത്തത് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, 4-ാം തീയതി കൊടുത്തത് എന്ന് പറയുന്നത് ഈ പരിപാടി കഴിഞ്ഞിട്ടാണോ? ആണ്. പരിപാടി കഴിഞ്ഞിട്ടാണല്ലോ. വയനാട്ടിൽ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതിന് മുൻപാണ്. അപ്പൊ അവിടെ എസ്റ്റിമേഷൻ ഉണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് എന്തിനാണ് എസ്റ്റിമേഷൻ കൊണ്ട് കൊടുക്കുന്നത്? 4-ാം തീയതി കൊടുത്തതല്ല ഈ വിജയൻ അസോസിയേറ്റ്. അല്ല, അവിടെയാണ് ഈ അബദ്ധം വരുന്നത്. നോക്കൂ, 4/11 കൊടുത്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് 4,99,00,000. എന്റെ സംശയമേ ആ റിപ്പോർട്ട് ഹൈക്കോടതിയിലിരിക്കെ, അല്ലല്ല, ആ കണക്ക് നിലവിൽ ഹൈക്കോടതിയിലിരിക്കെ എങ്ങനെയാണ് വിജയൻ അസോസിയേറ്റ് 10 കോടിയുടെ ഒരു എസ്റ്റിമേറ്റ് ഒരു ഓഡിറ്റ് തയ്യാറാക്കുക? ആരാണ് വിജയൻ അസോസിയേറ്റിന് ഈ കണക്കുകൾ കൊടുത്തത്? ദേവസ്വം ബോർഡ് അല്ല കണക്ക് കൊടുത്തത്. ദേവസ്വം ബോർഡ് അല്ല കണക്ക് കൊടുത്തത്. ദേവസ്വം ബോർഡ് അല്ല. വിജയൻ അസോസിയേറ്റ്സ് ദേവസ്വം ബോർഡിന്റെ തന്നെയാണ്. ദേവസ്വം ബോർഡ് ഊരാളുങ്കലിനെ ഏൽപ്പിച്ചപ്പം ആഹാ, ദേവസ്വം ബോർഡ് വിജയൻ അസോസിയേറ്റ്സിനെ ഏൽപ്പിച്ചപ്പം ഓഹോ. ഈ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഒപ്പുവെച്ചിരിക്കുന്നത് ആരാ? ഊരാളുങ്കലാണോ? ആണോ? അല്ല, ആണോ? ആരാ ഒപ്പുവെച്ചേക്കുന്നത്? ട്രിപ്പിൾ ആണ്. ഈ ട്രിപ്പിൾ IC ആരുടെ സ്ഥാപനം? അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ, എനിക്കൊരു കൺഫ്യൂഷൻ ഒന്നുമില്ല. ഞാൻ ഡോക്ടർ അരുൺകുമാറിനെ വിശ്വസിക്കുന്നില്ല. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സ്ഥാപനമാണല്ലോ. ഇത് സർക്കാർ നടത്തണമെന്നല്ലോ കോടതി പറഞ്ഞത്, ബോർഡ് നടത്തണമെന്നല്ലേ. പിന്നെ സർക്കാർ അവിടെ പോയി നടത്തിയത് എന്താണ്? ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള, ലേബർ ഡിപ്പാർട്ട്മെന്റ് അല്ലല്ലോ ദേവസ്വം വകുപ്പിന്റെ പരിപാടി നടത്തേണ്ടത്. ഇവന്റ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടി സർക്കാരിന്റെ തന്നെ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ള ഈ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ട്രിപ്പിൾ IC ഏൽപ്പിക്കുന്നു. ട്രിപ്പിൾ ICയും ഊരാളുങ്കലും തമ്മിൽ എന്താ ബന്ധം? ട്രിപ്പിൾ ICയെ മാനേജ് ചെയ്യുന്നത് മാത്രമാണ് ഊരാളുങ്കൽ. മനസ്സിലായോ? അപ്പൊ അതിന്റെ അർത്ഥം ഊരാളുങ്കൽ കൊടുത്തു എന്നല്ല. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായ IICക്ക് കൊടുത്തു. അതിന് ടെൻഡറിന്റെ ആവശ്യമുണ്ടോ? ടെൻഡറിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ ജയകുമാറാ. ഞാൻ ജയകുമാറിനെ പറയുന്നത്, താങ്കളെ ഞാൻ ജയകുമാറിനെ ഉദ്ധരിക്കുകയാണ്. ജയകുമാറിനെ ഉദ്ധരിച്ചിട്ട് കാര്യമില്ലല്ലോ. അദ്ദേഹത്തെ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയതിന്റെ കൂടുതൽ ധാരണയുള്ള ആളെന്ന് നിൽക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഗവൺമെന്റിന്റെ തന്നെ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള ട്രിപ്പിൾ ICക്ക് ഒരു ടെൻഡറിന്റെ ആവശ്യമില്ല. എന്താണ് ഊരാളുകൾ എന്ന് പ്രചരിപ്പിക്കുന്നത്? ആ IICയെ ഇപ്പോൾ മാനേജ് ചെയ്യുന്നത് മാത്രമാണ്. അങ്ങനെയാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അദാനിയാണ് ഇത് മാനേജ് ചെയ്യുന്നത്. എയർപോർട്ട് അദാനിയുടേതാണെന്ന് പറയാൻ കഴിയില്ല. സമാനമായ രീതിയിലാണ് ട്രിപ്പിൾ ICയെ ഊരാളുകൾ മാനേജ് ചെയ്യുന്നത്. ഇതാണ് വലിയ തെറ്റിദ്ധാരണ. ഊരാളുകളിന് ലേബർ കോൺട്രാക്ട് ഇല്ലാതെ കൊടുത്തു, ഊരാളുകളിന് കോൺട്രാക്ട് ഇല്ലാതെ കൊടുത്തു. നമുക്ക് വരാം കൂടുതൽ വിഷയങ്ങളിലേക്ക്. വാദം കഴിഞ്ഞോ? ഞാൻ കൺക്ലൂഡ് ചെയ്തില്ല. കൺക്ലൂഡ്. അതായത് ഈ വിഷയത്തിൽ നിങ്ങൾ കുറേ സമയം എടുത്തു പോയി.
അപ്പം ഈ വിഷയത്തിൽ കണക്കിൽ കളിയാണെന്നാണ് എൻ്റെ ഇവിടെ ചോദിച്ചെങ്കിൽ കണക്കിലെ കളി കളിച്ചിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണം നടത്തണം. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, വലിയ ലാപ്സ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ ഇത്രയും ദിവസത്തിനകത്ത് കണക്കുകൾ 45 ദിവസത്തിനകത്ത് തയ്യാറാകേണ്ടതായിരുന്നു. ഇനിയിപ്പോൾ അതിനും ഹൈക്കോടതി സമയം നീട്ടി നൽകിയിട്ട് പോലും അതിന് കൂടുതൽ ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തത്തോടു കൂടിയിട്ട് ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. പക്ഷേ ഈ വിജയൻ അസോസിയേറ്റ്സ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് പറയുന്നത് ബ്ലണ്ടറാണ്, പൂർണ്ണ ബ്ലണ്ടറാണ്. ഇത്രയും കാലം ദേവസ്വം ബോർഡിന് വേണ്ടി ആ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ടല്ല. അവിടെ നന്ദഗോവിന്ദം ഭജൻസ് വന്നിട്ടില്ലല്ലോ. നന്ദഗോവിന്ദം ഭജൻസിന്റെ വിവരങ്ങൾ ഊരാളുങ്ങളിൽ നിന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. വീണ്ടും നിങ്ങൾ ഇത് എവിടെയാ ഈ ഡോക്യുമെന്റ് എവിടെയാണ്? എവിടെ ആകാശത്തിൽ ഉണ്ടാക്കിയാണോ? സ്മൃതി ഇപ്പൊ കുഴങ്ങും. നിങ്ങൾ ഈ എല്ലാ കാര്യത്തിനും ഒന്നാമത്തെ കാര്യം നന്ദഗോവിന്ദം ഭജൻസ് വന്നിട്ടില്ലല്ലോ. അതല്ലേ പറഞ്ഞ ഈ റിപ്പോർട്ട് ഉടായിപ്പാണെന്ന്. എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ദേവസ്വം ബോർഡ് നേരിട്ട് ഏൽപ്പിച്ചതാണ്. അവരെയാണ് വിളിക്കാൻ ഉദ്ദേശിച്ചത്. അവരെ വിളിച്ചു. ദേവസ്വം ബോർഡ് നേരിട്ട് ഏൽപ്പിച്ച ഒരു ഓഡിറ്റർ ദേവസ്വം ബോർഡ് അറിയാതെ ഓഡിറ്റർ പ്രതിക്കൂട്ടി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ പറയുന്ന ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞ മന്ത്രി വി എൻ വാസവൻ. എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. വിജയൻ അസോസിയേറ്റ്സ് ക്രെഡിബിലിറ്റി ഇല്ലാത്ത വിജയൻ അസോസിയേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലൊരു കള്ളത്തരം ഉണ്ടായെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അവിടെ ഒരു ലാപ്സ് സംഭവിച്ചിട്ടുണ്ട്. പി എസ് പറഞ്ഞതുപോലെ ആ ലാപ്സ് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇടവേള എടുത്തു. അതായത് കണക്കുകൾ കിട്ടാണ്ട് എസ്റ്റിമേറ്റ് വെച്ചിട്ട് പ്രത്യേക സംവിധാനത്തിൽ ഇത് മാത്രം നോക്കിയെന്ന്. ഇതാ ഈ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ ബലൂൺ പോലെ പൊട്ടുന്നത് മാത്രമാണ് സ്മൃതി. ഇത് ആദ്യത്തെ പൊളിഞ്ഞേ ടെൻഡറിന്റെ കാര്യം, IAC-യുടെ കാര്യം പൊളിഞ്ഞെന്ന് ജയകുമാറിനോട് പറയൂ. മനസ്സിലാക്കണം, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ ജയകുമാറിനെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ സംവിധാനം മുഴുവൻ പ്രവർത്തിക്കാൻ കഴിവുള്ള, അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന അരച്ചു കുടിച്ച വ്യക്തി എന്ന നിലയ്ക്ക് കൂടിയാണ് അവിടുത്തെ കമ്മീഷണർ ആയിരുന്നു അദ്ദേഹം. ആ നിലയ്ക്കാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവരുന്നത്. ഊരാളുങ്ങളിൽ കോൺട്രാക്ട് കൊടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഊരാളുങ്ങളിൽ പോലും ടെൻഡർ ഇല്ലാതെ കൊടുക്കാൻ കഴിയും. അത് അക്രഡിറ്റഡ് ഇന്നലെ വരെ ഇല്ലാത്ത ഊരാളുങ്കലിനെതിരെയുള്ള വാദം മാറി, ഇപ്പൊ വേഗം മാറി ട്രിപ്പിൾ ഐ സി. വസ്തുത ഇന്നലെ ഇല്ലായിരുന്നു. ഇന്നായപ്പോഴേക്കും എന്താണ് ആഗോള അയ്യപ്പ സംഗമം ഊരാളുകൾ നടത്തിയിട്ടുണ്ടോ? ഊരാളുകളെ ഏൽപ്പിച്ചതാണല്ലോ CPM. ഊരാളുകൾ ക്രെഡിബിളായ സംവിധാനമാണ് ഇന്നലത്തെ ചർച്ചയിലൂടെ പറഞ്ഞത്. അതെ, മേലെ നിന്ന് നോക്കിയാൽ മതി. നിങ്ങൾ ഇങ്ങനെ ഈ വസ്തുതയുടെ മേൽ പുച്ഛിച്ചതാണ്. ശരിയൊന്നുമില്ല. രണ്ട് ചോദ്യം. മേൽനോട്ടത്തിന് ഉത്തരവാദിത്തം എന്തൊക്കെയാ വരിക? മേൽനോട്ടത്തിന് എന്തൊക്കെയാ ഉത്തരവാദിത്തം വരിക? അത് നിങ്ങൾ ഉദ്ദേശിച്ച മേൽനോട്ടത്തിന് എന്താണ് ഉത്തരവാദിത്തം? എക്സ്പേർട്ട് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് ഇവരാണ്. ഏത് അവരുടെ പ്രവർത്തനങ്ങളിൽ. കാരണം അതൊരു തുടങ്ങി വരുന്ന ഒരു സ്ഥാപനമാണ്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. അത് യഥാർത്ഥത്തിൽ അവരുടെ പ്രധാനപ്പെട്ട പരിപാടി ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചെയ്യലല്ല. എനിക്കൊന്നു സ്കിൽ ഡെവലപ്മെന്റ് അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നത്. അതിൻ്റെ ഹ്യൂമൻ മാൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ഇവർ പരിപാടി നടത്താൻ തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എവിടെയാണ് ഊരാളുങ്കൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്? ഏതെങ്കിലും ഒരിടത്ത് ഒപ്പുവെച്ചിട്ടുണ്ടോ? അതായത് ഇതിൻ്റെ ഇവന്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായിട്ട് ധാരണയിലെത്തിയത് ഊരാളുങ്കലാണോ? മെമ്മോറാണ്ടം ഒപ്പുവെച്ചിരിക്കുന്നത് ഊരാളുങ്കലാണോ? കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് ഊരാളുങ്കലാണോ? കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കൊടുത്തിരിക്കുന്ന ഊരാളുങ്കലാണോ? ഇതൊന്നും ഊരാളുങ്കലല്ല. ക്ലിയർ? ഇടവേള. അല്ല, പക്ഷേ ഇന്നലെ വരെ CPM നേതാക്കൾ ഊരാളുങ്ങളിൽ എത്രത്തോളം ക്രെഡിബിൾ ആണെന്നാണ് പറഞ്ഞോട്ടെ. ഇന്നായപ്പോഴേക്കും അത് മാറി. ശരി, മാറ്റിക്കോളൂ. നാളെ പുതിയ വാദമായിട്ട് ഇടവേള. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കണക്കിൽ കളിയോ എന്നാണ് ചോദ്യം. ആന്റോ കാസ്ട്രോ, ഒരു കണക്ക് ആകാശത്ത് നിന്ന് ഉണ്ടാക്കും, എന്നിട്ട് ആദ്യം പ്രധാനപ്പെട്ട ഒരു പത്രം കൊടുക്കും, അത് ഞാൻ അടുത്ത ദിവസം അടുത്ത പത്രം കൊടുക്കും, എന്നിട്ട് അതിങ്ങനെ കൊണ്ടുപോവുകയാണ്. ഞാൻ നോക്കുകയാണ്, ഹൈക്കോടതിയിൽ ഈ പറയുന്ന 45 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറയുന്നു. 45ാമത്തെ ദിവസം ഒരു റിപ്പോർട്ട് കൊണ്ട് ഹൈക്കോടതി കൊടുക്കുന്നു. അത് വ്യക്തവും കൃത്യവുമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു. എന്താണ്? 6,55,00,000 രൂപ എക്സ്പെൻഡിച്ചർ ഉണ്ട്. 6,55,00,000 രൂപ. അതിന് റിക്വയർഡായ പൈസ, ആവശ്യമായ പൈസ 4,75,00,000 രൂപയാണ്.
എന്തിനൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ക്ലാരിറ്റിയോട്. ഇവൻറ്റ് മാനേജ്മെൻറ്റിന് എത്രയാണ്, ഇൻഫ്രാസ്ട്രക്ചറിന് എത്രയാണ്, ഫുഡ് ആൻഡ് കാറ്റഗറി എത്രയാണ്, അക്കോമഡേഷൻ എത്രയാണ്, ട്രാൻസ്പോർട്ടേഷൻ എത്രയാണ്, പബ്ലിസിറ്റിക്ക് എത്രയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി കൾച്ചറൽ ഇവൻറ്റിന് എത്ര വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫെസിലിറ്റി ചാർജ് എത്രയാണ്, ടോട്ടൽ ലബ്സം എമൗണ്ട് എത്ര വ്യത്യാസം ഏകദേശം ഉണ്ടാവും, പ്ലസ് ടാക്സ് എത്രയാണ് എന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ട് 6,55,00,000 രൂപ മുടക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട്, അതുകൂടാതെ അടുത്തത് ഞങ്ങൾ ഇപ്പം ചിലവാക്കിയ പൈസ എത്രയാണ്, 4,99,00,000 രൂപ പ്ലസ് ടാക്സ് അടക്കം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ കൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിനൊരു ആധികാരികതയുണ്ട്. ആ റിപ്പോർട്ട് ആരാണ്? ആ റിപ്പോർട്ട് ആ പരിപാടി നടത്തിയ ദേവസ്വം പ്രസിഡൻ്റാണ് റിപ്പോർട്ട് കൊണ്ട് ഹൈക്കോടതി കൊടുക്കുന്നത്. അംഗീകരിച്ച് ഇത് ദേവസ്വം പ്രസിഡന്റ് അംഗീകരിക്കുന്നു, അത് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷൻ കൊടുക്കുന്നു, ഹൈക്കോടതി സമർപ്പിക്കുന്നു. അതൊരു ക്ലാരിറ്റിയോടുകൂടിയിട്ട് ഒരു റിപ്പോർട്ട് കൊണ്ട് ഹാജരാക്കുന്നു എന്നുള്ളത് ശേഷമാണ്. അതിനുശേഷം എന്താ സംഭവിക്കുക? അതിനുശേഷം അടുത്ത യഥാർത്ഥ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഹൈക്കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതി ഇത് സർക്കാർ പണം ഉപയോഗിച്ചാണോ നടത്തുന്നത്, ഇത് സ്പോൺസർഷിപ്പിൽ കൂടിയാണോ നടത്തുന്നതെന്ന് സർക്കാരോട് ചോദിക്കുന്നു. സർക്കാർ ക്ലാരിറ്റിയോടുകൂടി പറയുന്നു അത് സ്പോൺസർഷിപ്പിൽ കൂടിയാണ് പരിപാടി നടത്തുന്നതെന്ന് പറയുന്നു. അത് ഏത് കമ്പനിക്ക് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നൊന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഇന്ന കമ്പനി നടത്താൻ പാടുള്ളൂ, സർക്കാരിൻ്റെ കമ്പനി നടത്താൻ പാടുള്ളൂ, പ്രൈവറ്റ് കമ്പനി നടത്താൻ പാടുള്ളൂ ഒന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഹൈക്കോടതി എന്താ ചോദിച്ചിരിക്കുന്നത്? നിങ്ങളുടെ എക്സ്പെൻസ് ആര് മുടക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ പണം കണ്ടെത്തുന്നത് ചോദിക്കുന്നു. അത് സ്പോൺസർഷിപ്പ് കൂടെയാണ് കണ്ടെത്തുന്നത് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തുന്നത് ചോദിക്കുമ്പോൾ പറയുന്നത് അത് ഹൈക്കോടതി ശബരിമലയുടെ സമഗ്ര വികസനത്തിനും ഒരു വലിയ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊജക്റ്റ് നടത്തുന്നത്. ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞിട്ട് അതിന് അനുമതി മേടിക്കുന്നു. 45 ദിവസം കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ക്ലാരിറ്റിയോടുള്ള റിപ്പോർട്ടാണ്. എന്താണ് ഈ എക്സ്പെൻഡിച്ചർ യഥാർത്ഥ കണക്ക് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു എക്സ്പെൻസ് വന്നു, നമുക്ക് അവിടുത്തെ കസേരകൾ അല്ലെങ്കിൽ അവിടുത്തെ ഇവൻറ്റുകൾ എല്ലാം ഒരു ഇവൻറ്റ് നടത്തുന്ന സമയത്ത് നമുക്കറിയാലോ, അതിന് ലൈറ്റ് ആൻഡ് സൗണ്ട് ഒരാളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, സ്റ്റേജ് ഒരാളായിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഹോർഡിങ് ഒരാളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അവിടുത്തെ ഷെഡ് ഒരാളായിരിക്കും കെട്ടിയിട്ടുണ്ടാവുക, അവിടുത്തെ സംവിധാനങ്ങളെ മുഴുവൻ റോഡ് റെഡിയാക്കിയിട്ടുണ്ടാവുക, ഫുഡ് അക്കോമഡേഷൻ ഒക്കെ വേറെ സംവിധാനങ്ങളായിരിക്കും. ഇത് 45 ദിവസം കൊണ്ട് തന്നെ വരണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, എല്ലാ മാസം അവസാനം ബില്ല് ചെയ്യുന്ന കമ്പനികളുണ്ടാവും എല്ലാ മാസവും. അപ്പോൾ ഈ മാസം 1-ാം തീയതി കഴിഞ്ഞാൽ ആ മാസം 30-ാം തീയതി ബില്ല് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. ആ ബില്ല് ചെയ്ത് യഥാർത്ഥ കണക്കെത്തി അത് ദേവസ്വം ബോർഡിൽ വന്ന് അതേ ദേവസ്വം ബോർഡ് ആർക്ക് കൊടുക്കും, അതായത് ഓഡിറ്റർക്ക് കൊടുത്ത് ആ ഓഡിറ്റർ അത് പ്രോപ്പറായി അതാത് വർഷ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കണക്കോട് കൂടി സബ്മിറ്റ് ചെയ്യലാണ് പതിവ്. ഒരു ഓഡിറ്റർ പണിയെന്ന് പറഞ്ഞാൽ ഇയർ എൻഡിങ് ബാലൻസ് ഷീറ്റ് പ്രോപ്പറാക്കുക എന്നുള്ളതാണ് ഓഡിറ്റർ പണിവ്. ബാക്കി എന്താ ചെയ്യുക? ബാക്കി എന്ന് പറയുന്നത് അതാത് ഡിപ്പാർട്ട്മെൻറ്റിന് ഓഡിറ്റ് കണക്ക് നോക്കുന്ന അക്കൗണ്ടൻറ്റോ ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ ശബരിമലയ്ക്ക് ദേവസ്വം ബോർഡിൽ അക്കൗണ്ടൻ്റ് ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ, അവരുണ്ടാക്കുക ചെയ്യുക. ഓഡിറ്റർ ചെയ്യുന്ന സംവിധാനം എന്താ? ഓഡിറ്റർ ചെയ്യുന്ന പറഞ്ഞാൽ അവസാനം അല്ലെങ്കിൽ മന്ത്ലി ഒരു വയസ്സ് അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരു പ്രാവശ്യം വന്ന് ഈ കണക്കുകൾ നോക്കി കണക്കെടുത്ത് അതിൻ്റെ ക്ലാരിറ്റിയോടുകൂടിയുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക. ഇതിലൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? 45 ദിവസം ഹൈക്കോടതിയിൽ കൊടുക്കണം. 45 ദിവസം എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ വെച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി പറഞ്ഞു ഇനി ഇതിൻ്റെയൊക്കെ അതെന്താ അന്ന് എക്സ്പെൻഡിച്ചറും ചിലവായ പൈസയും കൂടെ രണ്ടും കൂടെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈക്കോടതി കൊണ്ട് കൊടുക്കാനുള്ള കാരണം, അല്ലെങ്കിൽ യഥാർത്ഥ മുടക്കും ബില്ല് സംവിധാനം ഒക്കെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അന്ന് തന്നെ ഇതങ്ങ് കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഒരു ഓഡിറ്ററെ കൊണ്ട് റിപ്പോർട്ട് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നല്ലോ. അങ്ങനെയല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഈ പറഞ്ഞ സംവിധാനങ്ങളൊക്കെ കിട്ടാൻ ബാക്കിയുള്ളതുകൊണ്ടാണ്. ഇപ്പം ഞാൻ പറയാം, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമാണ് ഫുഡ് ചെയ്യുന്നത്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു സംവിധാനമാണ്. ഇതിവിടെ നമ്മളിപ്പോൾ ഞാൻ ഈ ഓഡിറ്റ് റിപ്പോർട്ട് നോക്കുകയാണ്, അതിനകത്ത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. ആ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ എന്ന് പറഞ്ഞാൽ ഹോട്ടൽസാണ്. ഓരോ ഹോട്ടലുകൾ താമസിക്കുന്നതിന് ബില്ലൊക്കെ സെപ്പറേറ്റ് വരണം. അത് ഒരു ഹോട്ടലാണോ 10, 15, 20 ഹോട്ടലുകളാണ് താമസിക്കുന്നത്. 4000 ആൾക്കാരുടെ താമസിക്കുന്ന സംവിധാനത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ്. അത് പല സ്ഥലത്തായിരിക്കും താമസിക്കുന്നുണ്ടാവുക. ആ അക്കോമഡേഷൻ്റെ ബില്ല് സെപ്പറേറ്റ് സ്ഥലത്ത് വരണം. ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു കാറ്ററിംഗ് ഏജൻസി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക, അവരെടുത്ത് ആ സംവിധാനം വരണം. ഇതിൻ്റെ ബില്ലുകളെല്ലാം സെപ്പറേറ്റ് വന്നതിന് ശേഷം ഇതെല്ലാം ക്രോഡീകരിച്ച് ഇതൊക്കെ ക്രോഡീകരിക്കേണ്ട ഉത്തരവാദിത്തം ദേവസ്വം കമ്മീഷണറെയാണ്. ഈ പറയുന്ന റിപ്പോർട്ട് കൊടുത്ത ദേവസ്വം കമ്മീഷണർ തന്നെയാണ് ഈ ബില്ലുകൾ മുഴുവൻ ക്രോഡീകരിക്കേണ്ടത്. ഈ ബില്ലുകൾ മുഴുവൻ ക്രോഡീകരിച്ച് ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞ ഓഡിറ്റർക്ക് കൊടുക്കണം. ഈ ഓഡിറ്റർ എന്ത് ചെയ്യണം? ഇതിന് മുഴുവൻ വരവ് ഇത്ര, GSTക്ക് ഇത്ര വരവുണ്ട്. GST ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാൻ സ്മൃതി മാഡത്തിന് ഒരു ബില്ല് ചെയ്തു. സ്മൃതി മാഡത്തിന് ഞാൻ ബില്ല് ചെയ്ത സമയത്ത് ഞാൻ 18% GST അടയ്ക്കണം. അടച്ചിട്ട് GST ഇൻപുട്ടായിട്ട് സ്മൃതി മാഡത്തിന് വരണം. മനസ്സിലായോ? അത് വന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നതിന് ഉത്തരവാദിത്തം ഓഡിറ്ററാണ്. അങ്ങനെ വന്ന് ചില ഇപ്പം ഞാൻ പറയുന്നത് 5 കോടി രൂപേൻ്റെ ബില്ല് ചെയ്തു, അതിൻ്റെ അത് കുറേ പേര് GST ബില്ല് ഇഷ്യൂ ചെയ്തിട്ടില്ല. അവർ അടുത്ത മാസം ഇഷ്യൂ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിലോ അതൊക്കെ വിളിച്ച് മേടിക്കേണ്ട ഉത്തരവാദിത്തം ദേവസ്വം കമ്മീഷണർ അല്ലെങ്കിൽ ദേവസ്വത്തെ അക്കൗണ്ടൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതെല്ലാം വാങ്ങി ക്ലാരിറ്റിയോടുകൂടി ഈ പറയുന്ന ഓഡിറ്റർ എടുത്ത് കൊടുത്ത് അതിനൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഇതാണ് വരവ് ചെലവ് കണക്ക് എന്ന് പറഞ്ഞ് യഥാർത്ഥ കണക്കാണ് ശരിക്കും ഹൈക്കോടതിയുടെ മുന്നിൽ കൊടുക്കേണ്ടത്. അങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഓഡിറ്ററും ചോദിച്ചിട്ടില്ല. ഈ ഓഡിറ്റർക്ക് ഈ സാധനം കൊടുത്തതായിട്ട് രേഖയില്ല.
ഇങ്ങനെ എന്താ നിങ്ങൾ ശബരിമല ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള കണക്കുകൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഓഡിറ്റർ ചോദിച്ചാൽ അങ്ങനെ ഓഡിറ്ററും ഇല്ല, അങ്ങനെ കണക്കുമില്ല. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ഈ 6,55,00,000 ഉണ്ടല്ലോ, ഈ 6,55,00,000-ത്തിനകത്ത് എക്സ്പെൻഡിച്ചർ ഇത്ര എന്ന് പറയാം. അപ്പോൾ അതിനകത്തുള്ള പ്രത്യേകത എന്താ? അത് പരിപാടി നടക്കുന്നതിന് മുന്നേയുള്ള എക്സ്പെക്റ്റേഷനാണ്. അതിനകത്ത് എന്താ പ്രശ്നം? അതിനകത്ത് ഹരിഗോവിന്ദമുണ്ട്, അതിനകത്ത് പിന്നെന്താണ് മറ്റേ 2 ആ പെൺകുട്ടീൻ്റെ പേരുണ്ട്. അവർക്ക് 8,08,00,000, ഇവർക്ക് 4 ലക്ഷമാണ്, ഇവർക്ക് 3 ലക്ഷമാണ്. അപ്പോൾ ഇത് അവൈലബിളായ ആളെയല്ലേ അന്നേരം വിളിക്കാൻ പറ്റുള്ളൂ. ഈ അവൈലബിളായ ആൾ എന്ന് പറയുന്നത് എപ്പോഴാണ് മനസ്സിലാവുക? ഈ പരിപാടി നടത്തി യഥാർത്ഥ ബില്ല് പുറത്തു വരുമ്പോഴാണ്. ഇത് ചോദിക്കേണ്ട ഉത്തരവാദിത്തമായിരുന്നാ? ഇത് ചോദിക്കേണ്ട ഉത്തരവാദിത്തം ഈ ഓഡിറ്ററെയാണ്. ഈ ഓഡിറ്ററെ ചോദിച്ചിട്ടേ കണക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഈ ഇയർ എൻഡിങ്ങിൽ ബാലൻസ് ഷീറ്റ് കൊണ്ടെങ്കിൽ ഇൻകം ടാക്സിന് കൊടുക്കുന്നതല്ലോ, ഇത് ബാലൻസ് ഷീറ്റ് കൊണ്ട് പിന്നെ GST കൊടുക്കുന്നതല്ലോ. ഇത് യഥാർത്ഥ കണക്കുണ്ടായി ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഹൈക്കോടതി കൊടുക്കേണ്ടതാണ്. എന്തെങ്കിലും കൊണ്ട് ഹൈക്കോടതിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇതാണ് കണക്കെന്ന് പറയുന്ന ശൈലിയാണോ? അത് ഏത് ഓഡിറ്ററാ? അങ്ങനെ ഓഡിറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു ഓഡിറ്റർ ഫേം അരുൺ സാർ നേരത്തെ പറഞ്ഞു നല്ല ഓഡിറ്ററാണോ മോശം ഓഡിറ്റർ. ഞാൻ പറഞ്ഞു ഓഡിറ്റർ മോശം എന്നുള്ളതല്ല. ഒരു കണക്ക് ഹൈക്കോടതിയുടെ മുന്നിൽ വരുന്ന സമയത്ത് ഒരു കണക്ക് തെറ്റ് വന്നു. ഇപ്പോൾ 8 ലക്ഷം രൂപയാണ് എസ്റ്റിമേഷനിലുള്ളത്, അതിന് 4 ലക്ഷം രൂപയുടെ കുറവാണുള്ളത്. ഈ 4 ലക്ഷത്തിനകത്ത് വ്യത്യാസം ആ ഓഡിറ്റ് റിപ്പോർട്ട് ക്ലാരിറ്റിയോടുകൂടി എഴുതണം. ഇങ്ങനെയാണ് 4 ലക്ഷം രൂപയുടെ വ്യത്യാസമുണ്ട്. ഈ 4 ലക്ഷം രൂപയുടെ ഷോർട്ടേജ് ഇവിടെ ഉണ്ടായത് ഇന്ന വെട്ടിപ്പ് കൂടിയാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളാണ് ഓഡിറ്റ് റിപ്പോർട്ടിലുണ്ടോ? അങ്ങനെ ഒരു റിപ്പോർട്ട് അതിനകത്തുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ കാര്യങ്ങളൊന്നും എഴുതിയിട്ടില്ല. ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഒരു ഓഡിറ്റ് റിപ്പോർട്ട് കാണുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഓഡിറ്റർക്ക് സൈൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഇതിനകത്ത് എഴുതില്ല എന്നാൽ ഓഡിറ്റ് റിപ്പോർട്ടിൽ എഴുതി വെക്കും. അങ്ങനെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് കയ്യിൽ. ഇതൊന്നുമില്ലാതെ ഒരു എക്സൽ സാധനം പോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനകത്ത് ഇത്ര പൈസ ഒരു വലിയ റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇങ്ങനെയാണ്. ഇതിനാണ് തട്ടിക്കൂട്ട് ഓഡിറ്റ് എന്ന് പറയുക. ആ തട്ടിക്കൂട്ട് ഓഡിറ്റ് അംഗീകരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് അതെന്താ? ഈ ഓഡിറ്റ് എവിടെ വരണം? ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ മേലെ വരണം. ദേവസ്വം ബോർഡ് എന്ന് ആരാണ്? ഇപ്പോഴത്തെ ജയകുമാർ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കീഴിലുള്ള കമ്മിറ്റിയിൽ വരണം. ഈ ബോർഡ് അത് പാസ്സാക്കണം. ഇത് ബോർഡ് പാസ്സാക്കിയ ശേഷം ഈ പറഞ്ഞ അഡ്വക്കേറ്റ് കമ്മീഷണർ ദേവസ്വം കമ്മീഷണർക്ക് കൊടുക്കും. അത് ദേവസ്വം കമ്മീഷൻ സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിട്ട് അത് ഹൈക്കോടതി സബ്മിറ്റ് ചെയ്യാണ് വേണ്ടത്. ഇങ്ങനെ ഒരു പ്രൊസീജിയറേ നടന്നിട്ടില്ല. നേരെ എന്ത് ചെയ്യുന്നു? ഓഡിറ്റർ എടുത്ത് കമ്മീഷണർ അടുത്തേക്ക് ഈ സാധനം വയ്ക്കുന്നു, സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതി കൊണ്ട് കൊടുക്കുന്നു. ഹൈക്കോടതി നോക്കുമ്പോൾ ഹൈക്കോടതിക്ക് ഈ ബാക്കിയുള്ള പ്രൊസീജിയർ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പറയണം. അതാണ് ഇന്ന് നമ്മുടെ രഹീസിന് കൊടുത്ത ബൈറ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്ന കാര്യം എന്താ അറിയോ? ഞാൻ കേട്ടൊരു കാര്യം പറയുന്നത് അതിൻ്റെ അകത്ത് പറഞ്ഞു അത് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ, അത് ഞങ്ങൾ ശരിയാക്കും എന്ന് പറഞ്ഞു. അങ്ങനെയല്ല 5 കോടിയിൽ ഒതുക്കണം എന്നുള്ള യോഗമല്ല. 5 കോടി രൂപയ്ക്ക് താഴെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. അല്ല അങ്ങനെയല്ല, 5 കോടിയിൽ ഒതുക്കുന്നത് അത് ഞങ്ങൾ ശരിയാക്കും എന്ന് പറയാൻ എന്താ പറയുക? കാരണം ആ ശരിയാക്കാൻ അല്ല പിന്നെ ഇപ്പൊ അതേ ശരിയാക്കും എന്ന് പറയാനുള്ള കാരണം അത് ശരിയാക്കാൻ ഇനിയും സമയമുണ്ട്. എന്തുകൊണ്ടാ സമയമുണ്ടെന്ന് പറയുന്ന കാര്യം അറിയോ? ആ ബില്ല് ക്രോഡീകരിച്ച് ഓഡിറ്റർക്ക് കൊടുത്താൽ മതി. ആര് പറയുന്ന സമയമാണ്? കോടതി സമയം കൊടുത്തിട്ടില്ല. അല്ല കോടതി അല്ല പൂർണ്ണമായ കണക്കുകൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതി പിന്നെ ഈ പറയുന്ന 140 അതാണ് ഞാൻ പറഞ്ഞത് കോടതിക്ക് എന്നത് കോടതി അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിനും ആ ഭരണസമിതിക്കും എന്താ ചെയ്യേണ്ടത്? ഇത് അദ്ദേഹത്തിന് മുന്നിൽ നടന്ന പരിപാടിയാന്ന് വെച്ചോളൂ. അദ്ദേഹം ആ പ്രസിഡന്റ് ഇപ്പോൾ അവിടെ ഇല്ലല്ലോ. ഹൈക്കോടതി പറഞ്ഞ സമയത്തുള്ള പ്രസിഡന്റ് ആരാ? ജയകുമാറാണ്. അദ്ദേഹം എന്താ ചെയ്യണം? അദ്ദേഹം ഈ കണക്ക് മുഴുവൻ ക്രോഡീകരിച്ച് ഓഡിറ്റർക്ക് കൊടുത്ത് റിപ്പോർട്ട് ഉണ്ടാക്കി യഥാർത്ഥ റിപ്പോർട്ട് കൊണ്ട് ഹാജരാക്കിയാൽ മതി. അപ്പോഴേ അതൊരു ഓഡിറ്റ് റിപ്പോർട്ട് ആവുള്ളൂ. പക്ഷേ കൊടുത്തിട്ടില്ല. അവരുടെ അടുത്തുള്ള എസ്റ്റിമേറ്റാ. ആ എസ്റ്റിമേറ്റ് ഒരു സാധനം ഉണ്ടാക്കി. ഞാനൊരു സ്മൃതി വേണം, ഞാനൊരു കാര്യം പറയട്ടെ. 45 ദിവസം സമയം കൊടുക്കുന്നു. അപ്പോൾ ഒരു എസ്റ്റിമേഷൻ കൊണ്ട് ഹൈക്കോടതി കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഡേറ്റ് എക്സ്പെൻഡിച്ചറിലേക്ക് സാറേ 2 എമൗണ്ട് വരിക. അതാണ് ദേവസ്വം കമ്മീഷൻ കൊടുത്തത്. അതാണ് ഞാൻ പറയുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നതെന്ന് അറിയോ? അത് ബില്ല് ക്രോഡീകരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ആ ബില്ല് ക്രോഡീകരിച്ചിട്ടാണ് സമയം ചോദിച്ചു. അതുകൊണ്ടാണ് സമയം ചോദിച്ചതും അതുകൊണ്ടാണ് സമയം കൊടുത്തതും. ശരിക്കും എന്താണ് ഇങ്ങനെ ഒരു സാധനം പുറത്തു വരുന്ന സമയത്ത് ഇപ്പം ഞാൻ ഒരു ആകാശത്തുള്ള ഒരു സാധനം പറയാം. ഒരു പിന്നെ ഭജഗോവിന്ദം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഇവൻറ്റിൻ്റെ പേര് പറയുകയാണ്. എന്നിട്ട് പറയുകയാണെന്നറിയോ? അത് അവിടെ 15 ലക്ഷം രൂപേൻ്റെ ഭജഗോവിന്ദമാണ്. അവിടെ 18 ലക്ഷം രൂപ മുടക്കിയിട്ടുണ്ടാവും. അതിനകത്ത് 3 ലക്ഷം, ഞാൻ പറയുന്ന ഒരു പൊതുവായ തരം 3 ലക്ഷം അവിടെ അടിച്ചിട്ടുണ്ടാവും.
ഈ ഹോട്ടലിൻ്റെ ബില്ല് പറയുമ്പോൾ എന്താ പറയുന്നത് അറിയോ? അതാ ഹോട്ടലിന് 12 ലക്ഷം രൂപ കൊടുക്കണം. ശരിക്കും അവിടെ റൂമിൻ്റെ വില എത്രയാണ്? 10,000 രൂപ. നിങ്ങൾ എത്ര എക്സ്പെൻഡിച്ചർ വെച്ചേക്കണേ? 12 ലക്ഷം. നോക്കുമ്പോൾ 10 പേര് താമസിച്ച് എത്ര 1 ലക്ഷം വന്നത്, ബാക്കി 10 ലക്ഷം. ഇങ്ങനെ ഈ അടിച്ചു മാറ്റി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സാധനം ഉണ്ടാക്കുന്നതിനേക്കാൾ അപ്പുറം യഥാർത്ഥ കണക്കെടുത്ത് ഹൈക്കോടതി കൊടുക്കുന്ന സമയത്ത് ഇത് മനസ്സിലാവും. അതിന് മുൻപ് ഇത് ചർച്ച ചെയ്തതിൽ ഒരു ഔചിത്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു ഇടവേള കൂടി വേണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക്. കണക്കിൽ കളിയോ എന്നുള്ളതാണ് മധു. യെസ്. ഇന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് ബോർഡാണ് കണക്കുകൾ വ്യക്തമാക്കേണ്ടത്, സർക്കാരിന് അതിൽ ഉത്തരവാദിത്തമില്ല, ഞാൻ കൈകാര്യം ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയേണ്ടതില്ല എന്നുള്ളതാണ്. മന്ത്രി വി എൻ വാസവൻ നിയമസഭയിൽ സംസാരിച്ചിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹം ഇതിന്റെ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം തിരികെ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം അത് സംബന്ധിച്ച റിപ്പോർട്ട് സ്വാഭാവികമായും തേടിയിട്ടുണ്ടാകുമല്ലോ. വി എൻ വാസവൻ ആകാശത്തെ കണക്ക് വെച്ച് നോക്കിയിട്ട് സ്വാഭാവികമായും നിയമസഭയിൽ പോയി പറയാൻ കഴിയില്ലല്ലോ. അപ്പം അദ്ദേഹത്തിന്റെ കയ്യിലൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അത് പരിശോധിക്കാനുള്ള സംവിധാനം സർക്കാർ ചിലവിലുണ്ട്. അങ്ങനെ നിയമസഭയിൽ പോയി പറഞ്ഞ ഒരാൾക്ക് അതിൽ ക്ലാരിഫിക്കേഷൻ നൽകാൻ ബാധ്യതയുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം സ്വർണ്ണക്കൊള്ള കേസിൽ അത് ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് ഡയറക്റ്റ് ഒരു ആരോപണവും നമുക്ക് ഉന്നയിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? ദേവസ്വത്തിന്റെ കാര്യങ്ങളിൽ ദേവസ്വം വകുപ്പ് ഇടപെടുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവസ്വം മന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമില്ല എന്ന് ദേവസ്വം മന്ത്രിയും ഭരിക്കുന്ന പാർട്ടിയും പറഞ്ഞാൽ നമുക്ക് ആ കാര്യത്തിൽ വലിയ, അല്ലെങ്കിൽ മറ്റാർക്കും അതിൽ വലിയ പരിമിതിയുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ, ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ചെലവിൻ്റെ കാര്യത്തിൽ സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ പണം തിരികെ അടച്ചിട്ടുണ്ട് എന്ന് ദേവസ്വം മന്ത്രി പറഞ്ഞത് നിയമസഭയിലാണ്. നിയമസഭയിൽ അദ്ദേഹം അത് ആധികാരികമായി പറയുന്നു എങ്കിൽ പിന്നീട് അങ്ങനെയല്ല എന്നൊരു കാര്യം പുറത്തു വരുമ്പോൾ ഇതിൽ ക്ലാരിഫിക്കേഷൻ നൽകേണ്ട ഉത്തരവാദിത്തം പ്രാഥമികമായി സ്വന്തം വാക്ക് നിയമസഭയിൽ പറഞ്ഞയാൾ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പി എസ് പ്രശാന്തിന്റെ പോസ്റ്റ് ഹൈക്കോടതിയിൽ കൊണ്ടുകൊടുത്തിരുന്നതിൽ നന്നായിരുന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് ഫേസ്ബുക്കിൽ ഇടാനാണ് സാധിച്ചത് എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? പി എസ് പ്രശാന്ത് കണക്ക് കോടതി കൊടുത്തതാ. പി എസ് പ്രശാന്ത് ഇട്ടത് കൊടുത്തത് ഞാൻ പി എസ് പ്രശാന്തിന്റെ കാര്യമാണ് പിന്നെ കോടതി പോയി കാര്യങ്ങൾ പി എസ് പ്രശാന്ത് പറയുന്ന ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി പി എസ് പ്രശാന്ത് എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ രണ്ടാമത്തെ പാരഗ്രാഫ് എന്താ? അയ്യപ്പ സംഗമത്തിന്റെ സംഘാടനത്തിനായി ഇതുവരെ ചെലവഴിച്ചത് വെറും 3 കോടി മാത്രമാണ്. ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? അതിന്റെ അപ്പുറത്തെ പാരഗ്രാഫിൽ എന്താണ് പറയുന്നത്? ആകെ ചിലവായ തുകയെ സംബന്ധിച്ച് ദേവസ്വം കമ്മീഷണർ അദ്ദേഹം ആധികാരികമായി ഉന്നയിക്കുന്നത് ദേവസ്വം കമ്മീഷണർ കണക്കാണല്ലോ. ആ കണക്കിൽ പറയുന്നത് എന്താണ്? 4.5 കോടിയും GST എന്നാണ്. ഇതുവരെ ചെലവഴിച്ചതിന് 2 കണക്ക് ഫേസ്ബുക്ക് പേജിൽ തന്നെയുണ്ട്. ഇല്ല, ഒന്നുകൂടി വായിച്ചേ. അങ്ങ് പറഞ്ഞോളൂ. അങ്ങേക്ക് വായിക്കാൻ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ പറഞ്ഞത്? ഇതുവരെ ചെലവഴിച്ചത് അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ദേവസ്വത്തിന്റെ ഫണ്ടിൽ എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. പറയുന്നെന്താ? എഴുതിയതിൽ മനസ്സിലാകാത്ത, വായിച്ചിട്ട് മനസ്സിലാകാത്തല്ല. ഞാൻ രാവിലെ തൊട്ട് ഈ സ്ഥാപനത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് അല്ലല്ല, എനിക്ക് സംശയമുണ്ടെന്നല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇതുവരെ ചിലവ് സംഘാടനത്തിനായി ഇതുവരെ ദേവസ്വം ബോർഡ് കൊടുത്തത് എന്നല്ല. എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞത്. 3 കോടി എന്നാണ് അദ്ദേഹം പറയുന്നത്. റീകൂപ്പ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ടിൽ. ഇനി അല്ലല്ല, ഈ ദേവസ്വം ബോർഡ് കൊടുത്തെന്ന് ഒരു വാക്ക് ഡോക്ടർ അരുൺകുമാർ ആ ഫേസ്ബുക്കിൽ പറഞ്ഞു. 3 കോടിയാണ് ദേവസ്വം ബോർഡ് കൊടുത്തെന്ന് എഴുതിയിട്ടുണ്ടോ? ദേവസ്വം ബോർഡ് കൊടുത്തെന്ന് എഴുതിയിട്ടുണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം 1.5 കോടി കൂടി ചെലവ് വരുന്നു. പിന്നീട് GST കൂടി ചേർത്താണ് ദേവസ്വം ഇത്രയും വിവാദം ഉണ്ടാകുന്ന സമയത്തും ഇതിൽ ക്ലാരിറ്റി വരുത്തി എഴുതാൻ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കഴിയാത്തത്? നമ്മുടെ ക്ലാരിറ്റി അല്ല, അദ്ദേഹം വരുത്തുന്നില്ല എന്നുള്ളതാണ്. 3 കോടി ദേവസ്വം ബോർഡ് കൊടുത്തു എന്നുള്ള കണക്കൊക്കെ വളരെ ബേസിക് അല്ലേ? ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ദേവസ്വം കൊടുത്ത 3 കോടിയാണ് എന്നുള്ളത്. പക്ഷെ പി എസ് പ്രശാന്ത് പറഞ്ഞത് സംഘാടനത്തിനായി ചെലവഴിച്ചത് എന്നാണ്. സംഘാടനത്തിനായി ആകെ ചെലവഴിച്ചത് എന്നാണ്. അപ്പൊ സംഘാടനത്തിനായി ആകെ ചെലവഴിച്ച പിന്നെ 4.5 കോടിയും GST ആവുന്നത്? 4.5 കോടിയും GST ആണ് സംഘാടനത്തിനായി ആകെ ചെലവായത്. ചെലവായ പണവും അതിന്റെ GST യും. അതിന് 3 കോടി രൂപ ദേവസ്വത്തിൽ നിന്ന് നൽകി.
ഇത് ആ 3 കോടി രൂപ മലയാളം തിരിച്ചു വന്നു. എഴുതുന്നതിൽ- മലയാളം എഴുതുന്നതിൽ PS പ്രസാദിന് കൺഫ്യൂഷൻ ഉണ്ടെന്ന് ഞാൻ അണ്ടർറേറ്റ് ചെയ്യാൻ തയ്യാറല്ല. കേക്കൂ. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിനു വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. അതിനകത്ത് തന്നെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. സംഘാടനത്തിനായി ഇതുവരെ ചിലവഴിച്ചത് എന്നാണ്. പോസ്റ്റ് അവിടെ തീരുന്നില്ല. ഇല്ല, ഇതുവരെ എന്ന് പറഞ്ഞാൽ ഈ 9 മണിക്കൂർ മുമ്പ് വരെ എന്നല്ലേ അർത്ഥം? അവിടെ മാധു ഉണ്ടല്ലോ, മാധു അവിടെ വെച്ച് അങ്ങ് അവസാനിപ്പിച്ചു. ഇല്ല, ഞാൻ മുഴുവൻ വായിക്കാൻ തയ്യാറാ. അല്ലല്ല, വായിക്ക്. ഈ 3 കോടി രൂപയും പൂർണ്ണമായി സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വന്നിട്ടുണ്ട്. അടുത്തത് കേൾക്കൂ. മതപരമായ സമ്മേളനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്ന ഹെഡിൽ നിന്ന് 3 കോടി രൂപ സംഘാടനത്തിനു വേണ്ടി അഡ്വാൻസായി എടുത്തിരുന്നു. ക്ലിയർ ആണല്ലോ? എന്താ ക്ലാരിറ്റി കുറവെന്താ? ക്ലാരിറ്റി കുറവെന്താ? മധുവിനെ പറഞ്ഞ ക്ലാരിറ്റി കുറവുണ്ട്. അഡ്വാൻസ് ആയി എടുത്തിരിക്കുന്നു. അഡ്വാൻസ് ഇപ്പൊ നോക്കൂ. ഒരു മിനിറ്റ്. ഡോക്ടർ അരുൺകുമാർ എന്റെ ഡോക്ടർ അരുൺകുമാർ 3 കോടി രൂപ ഒരു കാര്യം ചെയ്യും, ഇന്നത്തെ ചെലവിന് വെച്ചോളൂ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. എന്നിട്ട് എനിക്ക് ആകെ എനിക്ക് ഇതിന്റെ മുഴുവൻ ചെലവിനായിട്ട് 3 കോടിയേ ആയുള്ളൂ എന്ന് വിചാരിക്കാം. പറഞ്ഞിരിക്കുന്നത് അതിന് തൊട്ട് താഴെ ഇരിക്കുന്നത് ഈ 3 കോടി രൂപ ഇത് കിട്ടി, പൂർണ്ണമായി സ്പോൺസർഷിപ്പായി കിട്ടിയതാണ്. 1 കോടി രൂപ കൂടി സ്പോൺസർഷിപ്പായി വരാനുണ്ട് എന്ന് കഴിഞ്ഞിട്ട് പറയുന്നു. ഈ 3 കോടി രൂപ അഡ്വാൻസ് ആയിട്ട് എടുത്തതിനെ കുറിച്ച് പറയുന്നു. 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? ദേവസ്വം ബോർഡിൽ നിന്ന് സംഘാടനത്തിനായി 3 കോടി രൂപ കൊടുത്തു, അഡ്വാൻസ് ആയി കൊടുത്തു. ക്ലാരിറ്റി ഉണ്ടോ? അല്ല, അങ്ങനെയാണ് പിന്നെ 2 തവണ പറയുന്നത് എന്തിനാ? അങ്ങനെയാണ് പിന്നെ 2 തവണ പറയുന്നത് എന്തിനാ? ഒരാൾ പറഞ്ഞാൽ പോരെ? ഞാൻ പറഞ്ഞത് 2ാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട്, 3ാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട്, 4ാമത്തെ പാരഗ്രാഫിലും പറയുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ടോ? ഒരു തവണ പറഞ്ഞാൽ മതി. കൂടുതൽ ക്ലാരിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നവംബർ 7 അല്ല, ഇത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. നമുക്കൊരു കാര്യം വ്യക്തമായി പറയാൻ കഴിയുന്ന കോടതി പറയും. ഇതേ കാര്യം നവംബർ 7 കോടതി ഉത്തരവ്. ഞാനതിൽ വരാം. അതിന് മുമ്പ് ഒരു നിമിഷം മാധു. 17/10/2025 കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതല്ലാതെ 1 രൂപ പോലും ഇതുവരെ ദേവസ്വം ബോർഡിൽ നിന്നും ചെലവഴിച്ചിട്ടില്ല. ഇതിൽ കൂടുതൽ ക്ലാരിറ്റി എങ്ങനെയാ വരുത്തുക? എനിക്ക് ക്ലാരിറ്റി ഇല്ലാഴികയുടെ കാര്യമല്ല ഞാൻ മാധു അങ്ങനെയാ പറഞ്ഞല്ല. എനിക്ക് ക്ലാരിറ്റി ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഡോക്ടർ കുമാർ തർക്കിക്കേണ്ട, ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് ക്ലാരിറ്റി ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്ക് ക്ലാരിറ്റിയുടെ ആവശ്യം എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹം എഴുതിയതിൽ ക്ലാരിറ്റി ഇല്ല, മനസ്സിലായോ? അദ്ദേഹം എഴുതിയതിൽ ക്ലാരിറ്റി ഇല്ല. എന്റെ ക്ലാരിറ്റിയുടെ കാര്യമല്ല, കൺഫ്യൂസ് ചെയ്യിക്കണ്ട. എന്റെ ക്ലാരിറ്റിയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം എഴുതിയതിൽ പ്രിയപ്പെട്ട മാധു, 3 കോടി രൂപ സംഘാടനത്തിന് വേണ്ടി അഡ്വാൻസ് ആയി എടുത്തിരുന്നു. സ്പോൺസർഷിപ്പ് ഇനി 17/10/2025 അതെ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. അതിനകത്ത് ക്ലാരിറ്റി ഉണ്ടോ? മാധുവിന് ക്ലാരിറ്റി ഉണ്ടോ? എനിക്ക് ക്ലാരിറ്റിയുടെ കാര്യമല്ല, PS പ്രസാദിന്റെ ക്ലാരിറ്റിയുടെ കാര്യം തോന്നിയില്ല. PS പ്രസാദിന് ക്ലാരിറ്റി സ്വാഭാവിക ക്ലാരിറ്റി അങ്ങ് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ എനിക്കതിൽ ലാസ്റ്റ് ഉത്തരവാദിത്തമില്ല. PS പ്രസാദിന്റെ ക്ലാരിറ്റിയാണ് നമുക്ക് ക്ലാരിറ്റി തരുന്നത്, ശരിയല്ലേ? നമുക്ക് തരുന്നില്ല. നിർബന്ധ ബുദ്ധി ഉണ്ടെങ്കിൽ അങ്ങ് ക്ലാരിറ്റി എവിടെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത് 3 കോടി രൂപ വാങ്ങിയത് തിരിച്ചു കിട്ടിയെന്നെങ്കിലും പറയൂ. സൂക്ഷിച്ചു ഇതുവരെ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ നിന്ന് ഇപ്പോ ഒരു പൈസയും ചെലവായി. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ നിന്ന് ഒരു ഇല്ല, മൊത്തം ദേവസ്വം ബോർഡ് അനുവദിച്ച പൈസ തിരിച്ചു വന്നു. കോടതിയുടെ ഓർഡറിൽ പറയുന്നു വസ്തുത എങ്ങനെയാണെങ്കിൽ പിന്നെ കോടി അഡ്വാൻസ് ചെയ്തു, 3 കോടി തിരിച്ചടച്ചു. അതിനകത്ത് ക്ലാരിറ്റി കുറവില്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ പറയും, നമുക്ക് ചർച്ച ചെയ്യാം. മൗനം കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിയല്ല. ഒരാൾ വസ്തുത പറയുമ്പോ ശരി, മാനിപ്പുലേറ്റ് ചെയ്യാൻ തല വെച്ചുകൊണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഭൂഷണമല്ല. രണ്ടാമത്തെ പറഞ്ഞോളൂ. ആദ്യത്തിൽ ക്ലാരിറ്റി ആർക്കും വന്നിട്ടില്ല. അങ്ങനെ വൈൻഡപ്പ് ചെയ്തൊന്നും വേണ്ട, ക്ലാരിറ്റി ചെയ്യുന്നു. ഓക്കെ, എന്തൊരു പ്രിവിലേജ് ആണല്ലേ. ശരി, ഓക്കെ. ഇനി 2ാമത്തെ കാര്യം ഇത് നോക്കും. ഈ 10% അധികം എന്ന് പറയുന്നുണ്ടല്ലോ.
അതിനകത്ത് പറയുന്നത് നമുക്ക് ഈ വിത്തൗട്ട് ടെൻഡർ എന്ന് പറയുന്നത് ട്രിപ്പിൾ ഐ സി ഞാനത് വായിക്കുകയും ചെയ്തു കൃത്യമായി. ട്രിപ്പിൾ ഐ സി എന്ന് പറയുന്നത് ഈ ലേബർ വിഭാഗത്തിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, സ്വാഭാവികമായും ടെൻഡർ കൊടുക്കേണ്ടതില്ല എന്ന് പറയുന്നു. ഇവ ഈ ടെൻഡർ കൊടുക്കാത്തത് മര്യാദകേടാണ് എന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റ്. അത് 2009 ദേവസ്വം ബോർഡിൽ ഇതിനേക്കാൾ വലിയ പൂരം നടക്കുന്ന സമയത്ത് ഓർക്കുന്നുണ്ടല്ലോ, ഒരാൾ രാജിവെച്ച് പോകുന്നു. അതിനുശേഷം ഈ കെ ജയകുമാറിനെ ഹൈക്കോടതി അവിടെ അന്ന് ആക്ടിംഗ് പ്രസിഡന്റായിട്ട് നിയമിക്കുന്നു. ആ സമയത്ത്, അതായത് ഈ ഇതിനേക്കാൾ വലിയ പ്രശ്നം ഉണ്ടായ സമയത്ത് ദേവസ്വം ബോർഡിനെ ഹൈക്കോടതി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഏൽപ്പിച്ചു കൊടുത്ത അന്നത്തെ ആക്ടിംഗ് പ്രസിഡന്റ് ആധികാരികമായി പറയാണ്. ഇനി കെ ജയകുമാറിന്റെ അതിനെക്കുറിച്ചുള്ള അറിവിനെ ക്ലാരിറ്റി കുറവിന് ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് ദേവസ്വം ബോർഡിനെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് നിയമങ്ങളെ കുറിച്ച് അറിയാം, അദ്ദേഹത്തിന് സംസ്ഥാനത്തെ സംവിധാനങ്ങൾ എങ്ങനെ ചലിക്കുന്നു എന്നറിയാം. അദ്ദേഹം ഇന്ന് പറയാണ് ഈ ടെൻഡർ ഇല്ലാതെ കൊടുത്തത് മര്യാദ കേടാണ് എന്ന് പറയുകയാണ്. അത് ഇനി ഈ വിത്തൗട്ട് ടെൻഡർ ആണ് കൊടുത്തത് എന്ന് പറയുന്നത് സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർബിട്രറി ആണ്, ഇത് എക്സോർബിയന്റ് ആണ് എന്നുള്ളതാണ്. ഈ 10% തുക എന്ന് പറയുന്നത് സ്വന്തം താല്പര്യപ്രകാരം കൊടുത്തതാണ്. അതോടൊപ്പം തന്നെ അത് എക്സോർബിയന്റ് ആണ്. ഈ 2 കമന്റ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഞാൻ വേറൊരു കാര്യം പറയട്ടെ. കണക്കിൽ കളിയുണ്ടാകും, തിരിഞ്ഞു കളിയുണ്ടാകും, എന്തായിരുന്നു അങ്ങ് പറഞ്ഞത്, മറിഞ്ഞു കളിയുണ്ടാകും, എല്ലാ കളിയും ഉണ്ടാകും. നമുക്ക് എത്ര കണക്ക് വേണം? എനിക്കൊരൊറ്റ കണക്ക് മതി. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പറയുന്നത് എങ്കിൽ അങ്ങയുടെ കയ്യിൽ 2 കണക്കുണ്ട്. അങ്ങ് എഴുതി വെച്ചത് പറഞ്ഞത്. എനിക്ക് സ്പെഷ്യൽ കമ്മീഷന്റെ കണക്ക് വേണ്ട, എനിക്ക് ദേവസ്വം കമ്മീഷന്റെ കണക്ക് വേണ്ട, എനിക്ക് PS പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ കണക്ക് വേണ്ട. ഞാൻ പ്രേക്ഷകരെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഒരൊറ്റ കണക്ക് മതി. സുതാര്യമായ കണക്ക് കൊണ്ടുവന്ന് കൊടുക്കണമെന്ന് കോടതി നിഷ്കർഷിച്ചതിന്റെ പേരിലാണ് പരിപാടി നടന്നതെങ്കിൽ 45 ദിവസത്തിനകം ഈ കണക്ക് കൊണ്ട് കൊടുക്കണമെന്ന് ദേവസ്വം ബോർഡാണ് പറഞ്ഞതെങ്കിൽ അത് ചെയ്യാത്തത് എന്താണ് എന്നൊരൊറ്റ ക്വസ്റ്റ്യൻ എനിക്കുള്ളൂ. ഓക്കെ, ശരി. എനിക്ക് 3 കാര്യങ്ങൾ പ്രധാനമായും പറയാനുള്ളൂ, ചുരുക്കി പറയാം. ഒന്ന്, നേരത്തെ സ്മൃതി തുടങ്ങി വെച്ചപ്പോൾ പറഞ്ഞു എന്തുകൊണ്ടാണ് VN വാസവൻ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത്, അല്ലെങ്കിൽ ഈ കണക്കുമായി ബന്ധപ്പെട്ട് ക്ലാരിറ്റി വരുത്താത്തത്. നേരത്തെ മാധുവും അത് ആവർത്തിക്കുന്നത് കണ്ടു. ട്രാവൻകൂർ കൊച്ചിൻ ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് 1950 സെക്ഷൻ 15 പ്രകാരം ദേവസ്വം ബോർഡിന്റെ സർവാധികാരങ്ങളുള്ള ഇത്തരം പരിപാടികളിൽ ഒരു ദേവസ്വം മിനിസ്റ്റർക്ക് ഇടപെടാൻ കഴിയുമോ? നമ്പർ 1. സോ ബേസിക്. പറ്റുമോ? അല്ല, this is so basic. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ നിയമസഭയിൽ അദ്ദേഹം ആധികാരികമായി രണ്ടാമത്തെ കാര്യം, ഇനി നിയമസഭയിൽ ദേവസ്വം വകുപ്പ് മന്ത്രി ഈ കണക്കിന്റെ വിശദാംശങ്ങൾ എവിടെ നിന്നാണ് ശേഖരിക്കുക? ദേവസ്വം ബോർഡ് കൊടുത്ത റിപ്പോർട്ടിൽ നിന്ന് 1 രൂപ കൂട്ടിയോ കുറച്ചോ പറയാൻ ദേവസ്വം മിനിസ്റ്റർക്ക് കഴിയില്ല. ആ ദേവസ്വം ബോർഡ് കൊടുക്കുന്ന കണക്കിൽ എന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ അത് തിരുത്താനോ അതിന്റെ മേൽ അച്ചടക്ക നടപടി എടുക്കാനോ സെക്ഷൻ 9 പ്രകാരം ട്രാവൻകൂർ ഹിന്ദു റിലീജിയസ് ആക്ട് പ്രകാരം VN വാസവനെ സംബന്ധിച്ച് ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് ദേവസ്വം ബോർഡിൽ ഇടപെട്ട് തിരുത്താൻ കഴിയില്ല. ദേവസ്വം ബോർഡ് കൊടുക്കുന്ന കണക്കല്ലാതെ മറ്റൊരു കണക്ക് അവതരിപ്പിക്കാൻ കഴിയില്ല. ആ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നതാവട്ടെ ഹൈക്കോടതിയിൽ ദേവസ്വം കമ്മീഷണർ നവംബർ മാസം 4-ാം തീയതി കൊടുത്ത കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ കണക്കിൽ എനിക്ക് വ്യക്തത കുറവില്ല. 4,99,00,000 3 കോടി രൂപ റീകൂപ്പ് ചെയ്തത് തിരിച്ചടച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രി പറഞ്ഞിരിക്കുന്ന കണക്കുകൾ യഥാർത്ഥ ബോധത്തോടു കൂടിയുള്ളതാണ് നവംബർ 4-ാം തീയതിയിലെ കണക്ക് പ്രകാരം. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ അത് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അപ്പോഴും ഇങ്ങനെ ഒരു വാദഗതി വരുമ്പോ ഞാനിതിൽ മിണ്ടാൻ ആളല്ല. ഇനി 17-ാം തീയതി ദേവസ്വം ബോർഡ് പറയില്ല. ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കാര്യം പറയാൻ കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് മന്ത്രിക്ക് ഇതിൽ പറയാൻ കഴിയില്ലെന്ന് മാത്രമേ മന്ത്രിക്ക് പറയാൻ കഴിയൂ. ദേവസ്വം ബോർഡിന്റെ കണക്കുകളിൽ ഇടപെട്ട് സംസാരിക്കാൻ കഴിയില്ല. ദേവസ്വം ബോർഡ് ഏത് കണക്ക് കൊടുക്കുന്നു അത് ദേവസ്വം മന്ത്രിക്ക് കൊടുക്കണം. തീർന്നില്ല. കാരണം എന്താ അറിയോ, നമുക്ക് ഇതിൽ തെറ്റായ കണക്കൊരു ദേവസ്വം ഉദ്യോഗസ്ഥൻ കൊടുത്താൽ നടപടിയെടുക്കാൻ പോലും മാധു ദേവസ്വം വകുപ്പിന് കഴിയില്ല. എനിക്ക് ആധികാരികമായി പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നിങ്ങൾ ദേവസ്വം വകുപ്പ് മന്ത്രിയോട് ചോദിക്കുമ്പോൾ ദേവസ്വം ബോർഡിന്റെ കണക്ക് നിയമസഭയിൽ ദേവസ്വം മന്ത്രി അവതരിപ്പിക്കും. ഇനി ആ കണക്ക് തെറ്റാണെങ്കിൽ ആ കണക്ക് തെറ്റാണെങ്കിൽ ആ കണക്ക് ദേവസ്വം ബോർഡ് തിരുത്തി കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ മാത്രമേ ദേവസ്വം മന്ത്രിക്ക് അത് തിരുത്താൻ പറ്റൂ. അതാണ് ഒന്ന്. രണ്ടാമത്തെ ഏതാണ് സ്വാഭാവികം നടത്താമല്ലോ. ഒരു സർക്കാരിന്റെ മൊത്തത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പരിപാടിക്കകത്ത് എന്താ പ്രശ്നം? മുഖ്യമന്ത്രി പങ്കെടുക്കുന്നു, ദേവസ്വം മിനിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട്, എന്താ പരിപാടി? പക്ഷെ അതേപോലെ ദേവസ്വം ബോർഡ് യോഗത്തിൽ പോയി പങ്കെടുക്കാൻ പറ്റില്ല.
അതാണ് എൻ്റെ പോയിന്റ്. ഇനി അടുത്തത് IIC-യുമായി വസ്തുത പറയുമ്പോൾ പുച്ഛിച്ചിട്ടുണ്ട് കാര്യം. ട്രിപ്പിൾ ICയുടെ കാര്യത്തിൽ IIC-യുടെ കാര്യത്തിൽ നേരത്തെ മാധുവിന് മനസ്സിലായതുകൊണ്ട് ഞാനത് അധിക സമയം എടുക്കുന്നില്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ സർവീസസ് എ ഡിസ്റ്റിംഗ്വിഷ്ഡ് സെന്റർ ഫോർ സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് എസ്റ്റാബ്ലിഷ്ഡ് as a center of excellence by the Kerala Academy for Skills Excellence under the Department of Labour and Skills of the Government of Kerala. അങ്ങനെയാണെങ്കിൽ ഈ സ്ഥാപനത്തിന് തർക്കമില്ലല്ലോ. അപ്പോൾ അത് സർക്കാരിന്റെ സ്ഥാപനമാണ് എന്നുള്ളത് അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പൊ അതിനകത്ത് ഇനി ആർക്കും തർക്കം അതിനകത്ത് ചോദിക്കുന്നില്ല. ഇവർക്ക് ഇത് പരിപാടി നടത്താൻ പറ്റുമോ ചോദിക്കുന്നില്ല. ഇനി അടുത്ത ചോദ്യം, ഇതിനെങ്ങനെ ഊരാളുകളുമായിട്ടുള്ള ബന്ധം? നമ്മുടെ നാഷണൽ സ്കിൽ ഫ്രെയിംവർക്ക് അനുസരിച്ച് NSDC-യുമായി സഹകരിക്കുന്ന സ്ഥാപനം എന്ന നിലയിലാണ് അവിടുത്തെ എക്സ്പേർട്ട് മാനേജ്മെന്റ് ഈ സ്ഥാപനം സ്വീകരിച്ചിരിക്കുന്നത്. അതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളതാണ്. ഊരാളുകൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയിട്ട് ഇതെന്തോ CPM-ന്റെ പരിപാടിയാണ് എന്ന മട്ടിലാണ് പ്രചരണം. അതും അവാസ്തവമാണ്, അതും പൊളിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. 2 മൂന്നാമത്തത് എന്താണ് കോടതി പറഞ്ഞത്? 20-ാം തീയതി നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ വരവ് ചെലവ് കണക്കുകൾ 45 ദിവസത്തിനുള്ളിൽ ഹൈക്കോടതിയെ ബോധിപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ ഏത് തീയതിക്കുള്ളിലാണ് മാധു ബോധിപ്പിക്കേണ്ടത്? നവംബർ മാസം 5-ാം തീയതി ആകുമ്പോഴാണ് 45 ദിവസമാവുക. എന്നാണ് ഈ കണക്ക് ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതി കൊടുത്തത്? നവംബർ 4-ാം തീയതി. എന്ന് വെച്ചാൽ 44 ദിവസത്തിൽ തന്നെ ദേവസ്വം കമ്മീഷൻ കണക്ക് കൊടുത്തു. ശരിയാണല്ലോ? ആണെങ്കിൽ ആ 44 ദിവസത്തിനുള്ളിൽ കൊടുത്ത കണക്ക്, അതായത് പരിപാടി കഴിഞ്ഞ് 44 ദിവസത്തിനുള്ളിൽ 4.5 കോടി ചെലവെന്ന് പറഞ്ഞ കണക്ക് എങ്ങനെയാ 8 കോടിയായത്? എങ്ങനെയാ 10 കോടിയായത്? That's a question. അവിടെ ഞാൻ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞത് ഓഡിറ്റഡ് ആയിട്ടുള്ള കണക്കാണ്. അല്ല, നോക്കൂ, അതിനുശേഷം പറഞ്ഞത് ഓഡിറ്റഡ് ആയ കണക്ക് കൊടുക്കാൻ 2 മാസം നിങ്ങൾ ആക്ച്വൽസ് കൊണ്ട് കൊടുക്കും എന്നൊന്നും അല്ല കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് ഓഡിറ്റഡ് കണക്ക് കൊണ്ട് കൊടുക്കാൻ. അവിടെ കെട്ടുകാര്യസ്ഥതയാണ് ഉണ്ടായത്. ആ ഓർഡർ മാധു പറയുന്നുണ്ട് ഓഡിറ്റഡ് ആയിട്ടുള്ള കണക്കുകൾ 2 മാസത്തിനുള്ളിൽ നൽകുമെന്ന് പറയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഓഡിറ്റഡ് റിപ്പോർട്ട് കൊടുത്തത്. ഇത്രയും ഞാൻ നിങ്ങളെ വിയോജിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും പറഞ്ഞതാണെങ്കിൽ നിങ്ങളുമായി യോജിക്കുന്ന ഒരു പോയിന്റും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പക്ഷേ ഇവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ആ വീഴ്ച സംഭവിച്ചതാവട്ടെ ചെറിയ വീഴ്ചയല്ല, വലിയ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ദേവസ്വം കമ്മീഷണർ ഈ ഓഡിറ്റ് റിപ്പോർട്ട് സൂക്ഷ്മമായി പരിശോധിച്ചില്ല. അതായത് നവംബർ 4-ാം തീയതി ഒരു റിപ്പോർട്ട് ഇതേ ദേവസ്വം കമ്മീഷണർ കൊടുത്തിരിക്കെ ഇതിന് വിരുദ്ധമായ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വിജയൻ അസോസിയേറ്റിൽ നിന്ന് ദേവസ്വം കമ്മീഷണർക്ക് കിട്ടിയിട്ടും ആ റിപ്പോർട്ട് വെറ്റ് ചെയ്യാതെ, പരിശോധിക്കാതെ, സൂക്ഷ്മ പരിശോധന നടത്താതെ നേരെ ഇതെടുത്ത് ദേവസ്വം കമ്മീഷണർ സ്പെഷ്യൽ കമ്മീഷണർക്ക് കൊടുത്തു. സ്പെഷ്യൽ കമ്മീഷണർ അതെടുത്ത് ഹൈക്കോടതിക്ക് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നിരിക്കുന്നത്. നോക്കൂ, ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് എന്താ? 21-ാം തീയതി ഇതിൻ്റെ വിശദീകരണവും ഡോക്യുമെന്റ്സും ദേവസ്വം ബോർഡ് കൊടുക്കണം എന്നുള്ളതാണ്. 17-ാം തീയതി ഇപ്പോഴത്തെ കോടതി അപ്പുറത്ത് നിൽക്കുമ്പോഴാണ് ഈ മുട്ടിമൂളിയ മുറിക്കണക്ക്. കണക്കിന്റെ കാര്യം പറഞ്ഞത് 17-ാം തീയതി ആ കണക്ക് കൃത്യമായി ജയകുമാർ കൊടുക്കുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത്രയുമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായത്തോട് ഞാനും യോജിക്കുന്നു. ഓഡിറ്റർക്ക് പിഴ വന്നല്ല, ഓഡിറ്റർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് കൃത്യമാണോ? അതിൽ ദേവസ്വം കമ്മീഷൻ ഉത്തരവാദിത്വം അതിനകത്ത് വലിയ രീതിയിലുള്ള വീഴ്ച സംഭവിച്ചു എന്നാണ് ദേവസ്വം ബോർഡിനെയാണ്. കമ്മീഷൻ എന്ന് പറഞ്ഞ നോവില്ല, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞല്ലോ. ദേവസ്വം കമ്മീഷണർ ഇത് ആരാണ് അന്വേഷിക്കേണ്ടത്? ദേവസ്വം ബോർഡല്ലേ അന്വേഷിക്കേണ്ടത്? അങ്ങനെ പറയാൻ പറ്റും. ദേവസ്വം ബോർഡിൽ വെച്ചിട്ടാണോ ഈ കണക്ക് കൊടുത്തിരിക്കുന്നത്? പിന്നെ നിങ്ങൾ ദേവസ്വം ബോർഡ് മെമ്പറെ പിടിക്കുക. ദേവസ്വം കമ്മീഷണർ ദേവസ്വം ബോർഡിനല്ലേ പ്രതിനിധീകരിക്കുന്നത്? ദേവസ്വം കമ്മീഷണർക്ക് പിഴവ് പറ്റിയെന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിന് പിഴവ് പറ്റിയെന്ന് പറഞ്ഞൂടെ? അതായത് ദേവസ്വം കമ്മീഷണർ ഈ കത്തെന്നാ കൊടുക്കുന്നത്. അതിനുശേഷം ദേവസ്വം ബോർഡ് യോഗം കൂടിയിട്ടുണ്ടോ? ആ ദേവസ്വം ബോർഡ് ജയകുമാർ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടോ? ഈ കത്ത് കൊടുക്കുമ്പോൾ സാർ PS പ്രശാന്ത് അല്ല, നിങ്ങൾ PS പ്രശാന്തിനാണ് ഉദ്ദേശിച്ചെങ്കിൽ തെറ്റ്. ഞങ്ങൾ ആരും ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ ജയകുമാർ ജയകുമാർ പറയണല്ലോ. അതുകൊണ്ട് ജയകുമാർ പറഞ്ഞത് അതിനകത്തും വലിയ കാര്യമില്ല. 17-ാം തീയതി ശരിയാക്കാൻ പറ്റുമെന്ന് ജയകുമാർ പറയുന്നത് അതുകൊണ്ടാണ്. ഇതിന് ഉത്തരം കോടതിയുടെ വിധി എന്തായാലും വന്നിട്ടുണ്ടല്ലോ. കോടതിയിൽ ശരി. അല്ല, ആ സമയത്ത് ഈ കാര്യം ദേവസ്വം ബോർഡ് അവിടെ അറിയിച്ചോ?
ഇതിൽ പ്രശ്നമുണ്ട് എന്ന് സമയം ഇതിൽ പ്രശ്നമുണ്ട് കൊടുത്ത് എന്ന്. 21-ം തീയതി സമയം കൊടുത്തതുകൊണ്ടല്ലേ? അല്ലല്ല 21-ാം തീയതി വരെ ഇതിൽ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കണക്കിൽ കളിയോ എന്ന ചോദ്യത്തിന് 5 പേരുടെയും ഉത്തരം യെസ് എന്ന് തന്നെയാണ്. പല രൂപത്തിലാണ് yes. ക്ലാരിറ്റിയോട് കൂടിയുള്ള പല രൂപത്തിലാണ് yes എന്ന് നിങ്ങളുടെ yes അല്ലേ നമ്മുടെ yes? ക്ലാരിറ്റിയാണ് ഇന്നത്തെ ദിവസത്തെ വാക്ക്. കണക്കിൽ കളിയോ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല. നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താൻ ലോകത്താർക്കും പറ്റൂല. അല്ല അങ്ങേക്ക് ക്ലാരിറ്റി വരുത്താൻ എളുപ്പമാണ്. പ്രശാന്ത് പറഞ്ഞാൽ മതി. എളുപ്പമാണ്. പ്രശാന്ത് പറഞ്ഞാൽ മതി. പ്രശാന്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ ക്ലാരിറ്റി. കണക്കിൽ കളിയോ എന്നുള്ളതായിരുന്നു ചോദ്യം. 5 പേരുടെ അഭിപ്രായം യെസ് എന്നാണ്.